Hello, Namaskaram. Yet another episode of Blue Boys of West London. And നമുക്ക് ഒരു പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന പോലെ ഫൈനലി നമുക്ക് ഗ്രഹാം പോട്ടറിന്റെ പേര് ഒരു ഹാരി പോട്ടർ റെഫറൻസിൽ ഇടാൻ പറ്റുന്ന ഒരു ക്യാപ്ഷൻ ഞാൻ 2 ദിവസമായിട്ട് കണ്ടുവച്ചേക്കാണ്. സോ ദിസ് എപ്പിസോഡ് ഇസ് കോൾഡ് ഗ്രഹാം പോട്ടർ ആൻഡ് ദ റിഡംഷൻ ഓഫ് അരിസബലാഗ. ഹാരി പോട്ടർ ഫാൻസ് വിൽ ഗെറ്റ് ദ ഫൺ. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതാണ്. അജിത് സോറി ഗിരീഷ്, വെൽക്കം ടു ദ സ്ട്രീം. അജിത്ത് മഴയത്ത് പെട്ടിടക്കാണ്. ഒരുപാട് പേര് മഴയത്ത് പെട്ടിടക്കാണ്. സോ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ യാ, ബെയർ വിത്ത് അസ്. സോ യാ, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ ടു ദ ടോപ്പിക്സ്. ആദ്യം തന്നെ ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇസ് കാണ്ടെ. കാണ്ടെ ഈസ് ഔട്ട് ഫോർ 4 months. അല്ലേ? വി വർ പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂ മോർ ഗെയിംസ്. ഇപ്പൊ ദേ പറഞ്ഞു 4 months. ഗിരീഷ്, ഇസ് ഇറ്റ് ഡൺ? ഇസ് ദിസ് ഓവർ? യെസ്, ആക്ച്വലി കഴിഞ്ഞ 2-3 സീസൺ വെച്ച് നോക്കിയാൽ തന്നെ കാണ്ടെ ഹാസ് ജസ്റ്റ് ബീൻ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് പോലെ, ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു എല്ലാ സീസണിലും. ഈ സീസണിൽ ലൈക്ക് ഫസ്റ്റ് എക്സെപ്റ്റ് ഫോർ ദ ടോട്ടനം ഗെയിം, ഐ തിങ്ക് ടോട്ടനം ഫസ്റ്റ് ഗെയിം ഒഴികെ ബാക്കി എല്ലാ ഗെയിമും ഇഞ്ചേർഡ് ഔട്ട് അട്ടിൽ ജാനുവരി. 4 months എന്ന് വെച്ചാൽ ഹൗ മച്ച്? ഒക്ടോബർ ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. സോ വെൽ ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കാണ്ടെ തിരിച്ചു കിട്ടില്ല. അതും ഒരു ഗ്യാരണ്ടി ഇല്ല, ചിലപ്പോൾ വീണ്ടും ഒരു ഇഞ്ചുറി വരാം. ലൈക്ക് ഹൗ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. Like Kante was back in training and then again got injured and now 4 months out. So ഇതൊരു എനിക്ക് തോന്നുന്നത് 2 വർഷം മുമ്പ് കാണ്ടയ്ക്ക് ഫസ്റ്റ് ആ സീസൺ കഴിഞ്ഞ ഉടനെ കാണ്ടയ്ക്ക് ഫസ്റ്റ് കുറച്ച് ഇഞ്ചുറീസ് വന്നപ്പോൾ വി വർ ലൈക്ക് ഡിബേറ്റിംഗ്, ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു സെൽ ഹിം? എന്താണ്, ഇസ് ഹി ഇഞ്ചുറി പ്രോൺ? ഹാസ് ഹി ബിക്കം ഇഞ്ചുറി? ആ സമയത്ത് ഇൻഫാക്ട് അൺടിൽ ലാസ്റ്റ് സീസൺ ഐ സ്റ്റിൽ ബിലീവ് നമ്മുടെ കാണ്ടെ ഇഞ്ചുറി പ്രോൺ അല്ല, മേ ബി വി ആർ നോട്ട് മാനേജിങ് ഹിം എല്ലായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ ഈ ഒരു 4 months ഔട്ട് ആയതുകൊണ്ട് ഐ എം ലൈക്ക് ഓക്കെ, നൗ ആ ഏജുമായി. But at the same time, that's scary because it's Kante. Forget Namada legend. I think he's a legend in world football already, I would say, for what he has done. അങ്ങനെ പോലത്തെ ഒരു ആട്രിബ്യൂട്ട്സിലെ പ്ലെയർ ഇനി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആൻഡ് ഗുഡ് പോസിബിലിറ്റി ദാറ്റ് ഇനി ഉണ്ടാവില്ല. സോ അങ്ങനെ പോലത്തെ ഒരു പ്ലെയർ ലൈക്ക് വി ഷുഡ് നെവർ തിങ്ക് ഓഫ് സെല്ലിംഗ്. പക്ഷേ ആൻഡ് സ്പെഷ്യലി ഓൺ എ ഫ്രീ. പക്ഷേ if there is nothing we can do about it, like അങ്ങനെ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ലൈക്ക് കോൺട്രാക്ട് റൺ ഔട്ട് ആവാറായി. there is a limit in which we can spend. He's the highest earner. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ it's a sad situation for like you know to even think about Kante leaving. അതന്നെ, ഐ മീൻ he's been very much a part of the squad, very much a part of a winning squad എന്ന് തന്നെ പറയാം. ആ ഒരു വേൾഡ് ക്ലാസ്. അതെ, ഈ പറഞ്ഞ പോലെ ഏതൊരു ഗെയിമിലേക്കും നടന്നു കയറാൻ പറ്റുന്ന, ഏതൊരു ടീമിലേക്കും നടന്നു കയറാൻ പറ്റുന്ന 1-2 പേര് ഈ ടീമിലുള്ളൂ. ബട്ട് ലേറ്റ്ലി ആ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദ മാജിക് ദാറ്റ് പോട്ടർ ഹാസ് ഡൺ സോ ഫാർ. ബട്ട് ഈ പറഞ്ഞ പോലെ 4 മാസം ഒരു പ്ലെയർ ഇഞ്ചോർ ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ്. കാരണം ഒന്നാമത് കാണ്ടെയാണ്. കാണ്ടെ കളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ we are another level when Kante is on song. ആ ഒരു പ്രൈം കാണ്ടെ കളിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. വി കൈൻഡ് ഓഫ് ടുക്ക് ഹിം ഫോർ ഗ്രാൻറ്റഡ്. മേ ബി നമ്മൾ ഓവർ യൂസ് ചെയ്തു തന്നെ വേണം പറയാം. ആൻഡ് ഐ റിമെമ്പർ കുറെ ആൾക്കാർ പറയുന്നുണ്ടായി ദാറ്റ് വി ഷുഡ് ഹാവ് സോൾഡ് ഹിം, വി ഷുഡ് ഹാവ് ബീൻ റൂത്ത്ലെസ് അബൌട്ട് ദാറ്റ് എന്നുള്ള കാര്യം. കാരണം റെപ്പറ്റേറ്റീവ് ഇഞ്ചുറീസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ, അതായത് 2019-20 സീസൺ തൊട്ട് നോക്കുകയാണെങ്കിൽ ഐ റെഡ് സംവെയർ 64 മാച്ചസ് കാണ്ടെ മിസ് ചെയ്തിട്ടുണ്ട്. 64 മാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2 പ്രീമിയർ ലീഗ് ഓൾമോസ്റ്റ്. ഐ മീൻ ജസ്റ്റ് ബിലോ 2 പ്രീമിയർ ലീഗ് ക്യാമ്പയിൻസ്. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് അയ്യോ, എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യണമായിരുന്നു എന്നാണ് ഇപ്പം എൻ്റെ അഭിപ്രായം. ബട്ട് അഗൈൻ വി മൈറ്റ് ലൂസ് ഹിം ഫോർ ഫ്രീ. ബട്ട് പിഴിഞ്ഞ് മറ്റേ ഈ നമ്മൾ ഈ പണ്ടത്തെ അല്ല ഇപ്പോഴായാലും ഈ പള്ളിയിലത്തെ മറ്റേ പെരുന്നാളിനും അമ്പലത്തിലും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കരിമ്പ് ജ്യൂസ് കിട്ടൂലേ നമുക്ക്, ഷുഗർ കെയിൻ. ആ പരിവാക്കി കാണ്ടേനെ ഓടിച്ച് ലെസ്റ്ററും ചെൽസി എല്ലാരും കൂടി ഇട്ടിട്ടിട്ടിട്ട് പിണ്ടി പരിവാക്കി. ഭാവത്തിന് ഇപ്പൊ എണീറ്റ് അടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ബട്ട് സാഡ്ലി ദാറ്റ്സ് ദ സീൻ. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇഞ്ചുറി കൺസേൺസ്, അടുത്തതിലേക്ക് പോകണമെങ്കിൽ റീസ് ജെയിംസ് ആണ്. നമ്മൾക്ക് ഫ്രിഞ്ച് പ്ലേയേഴ്സ് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ വി വുഡിൻ ബാറ്റ് ആൻ ഐ. ഇതിപ്പോ
അപ്പോൾ ഐ മീൻ ആ ഇഞ്ചുറി ന്യൂസ് പുറത്ത് വന്നതിന് തൊട്ട് മുമ്പായിരുന്നു തിയാഗോ സിൽവ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ദാറ്റ് ഹീ കൻ ബി ദി ആബ്സല്യൂട്ട് ബെസ്റ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞ ഉടനെ ബൂം പിന്നെയും കിടക്കാണ്. വാട്ട് ഇസ് യുവർ സീൻ ആൻഡ് വെൻ ഇസ് ഹി ബാക്ക്? കാരണം ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണ്ണി. കാരണം നേരത്തെ വരികയാണെങ്കിൽ ഹീൽ ബി റഷ്ഡ് ഇൻ ടു ദി ഇംഗ്ലണ്ട് സ്ക്വാഡ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹി ഗെറ്റ്സ് ടു പ്ലേ ദ വേൾഡ് കപ്പ് ഫോർ ഹിസ് കൺട്രി. ഐ മീൻ സ്റ്റാർട്ടിങ് റൈറ്റ് ബാക്ക് ആയിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കാൻ പറ്റും. ബട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബിന് നല്ലൊരു പണിയായിരിക്കും. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വെൻ ഡു യു എക്സ്പെക്ട് ഹിം ടു ബി ബാക്ക്? പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് പറഞ്ഞാല് 8 weeks ആണ്. ആക്ച്വലി അതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യട്ടെ. ലൈക്ക് വൺ തിങ് വി ഹാവ് നോട്ടീസ് ദാറ്റ് നമ്മളെപ്പോഴും പറയുന്ന റീസ് ജെയിംസ് ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഇൻ ദ വേൾഡ്, ബട്ട് ദാറ്റ് ഇസ് മെയിൻലി നമ്മുടെ ചെൽസി ഫാൻസ് പറയുന്നത്. ഓൺലി തിങ് ദാറ്റ് ഇസ് സ്റ്റോപ്പിംഗ് അതർ ഫാൻസ് ഫ്രം സേയിങ് ഇറ്റ് ഇസ് ദാറ്റ് എപ്പോഴും ഇങ്ങനെ പോകുന്ന ഒരു പീക്ക് ഫോം എത്തും, എന്നിട്ട് പെട്ടെന്ന് ഇഞ്ചേർഡ് ആവും. And this has been happening for the past 3 seasons. Like this season and kind season, I think around December, Chilwell and Reece got injured at the same time. ഇങ്ങനെ ഇപ്പോൾ ഒരു പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് മുമ്പത്തെ സീസണിലും ആ ബ്രേക്ക് ലാംപാർഡിന്റെ ബ്രേക്ക്ഔട്ട് സീസണിലും ഇറ്റ് വാസ് സംതിങ് വെരി സിമിലർ, വേർ ആ ഒരു ഫസ്റ്റ് ടീമിലേക്ക് ബ്രേക്ക് ത്രൂ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇഞ്ചുറി. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് അറൗണ്ട് ഡിസംബർ ടൈം ഇസ് ഹാവിംഗ്. സോ ഐ ഫീൽ ദാറ്റ് ഇസ് ഓൺലി തിങ് സ്റ്റോപ്പിംഗ് ഇറ്റ് ഫ്രം ബിക്കമിങ് ഗ്രേറ്റ് ആൻഡ് ലെജൻഡ്. ആ ഒരു he has to do something about it. And coming to the current injury, 8 weeks are പറഞ്ഞിരിക്കുന്നത്. So that means that by end of December or by mid December he should be back to training at least, or early December I would say. Actually back to training early December ആയിരിക്കും. ഒരു full fitness gain ആവുമ്പോഴേക്കും ഒരു mid December or like the late December situation. അപ്പോ ഒറിജിനലി ബൈ ഷെഡ്യൂൾ വെച്ച് നോക്കിയാല് സോറി പറയൂ, ഇത് എന്റെ ഇന്റർനെറ്റ് ആണോ? ഓക്കെ, അല്ല ഇത് വോയിസ് ബ്രേക്ക് ആവുന്ന. ഓക്കെ, സോ ബേസിക്കലി സംഭവം പറഞ്ഞാല് ഇഫ് ദേ വാണ്ട് ടു റഷ് ഹിം ബാക്ക് ഇറ്റ് വിൽ ബി ദാറ്റ് ഫസ്റ്റ് വീക്ക്, ബിക്കോസ് നമ്മുടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ് തുടങ്ങുന്ന ഐ തിങ്ക് അറൌണ്ട് 9th to 19th ആണ്. സോ ബെസ്റ്റ് കേസ് സിനാരിയോ ആക്ച്വലി ഫോർ ചെൽസി ഇസ് ദാറ്റ് എന്താണ്, ഇംഗ്ലണ്ട് ഷുഡ് ഗോ ഔട്ട് ഫസ്റ്റ് റൗണ്ട്. അപ്പൊ ഒരു ടെൻഷൻ ഇല്ല, ആർക്കും ഒരു പ്രശ്നമില്ല. I mean that is a bad thing. I mean ഒരു ഇംഗ്ലണ്ട് നാഷണൽ ടീം പെർസ്പെക്റ്റീവിൽ ഒരു ബാഡ് തിങ് ആണ്. പക്ഷെ whatever, like I mean if you're looking for a Chelsea person, that is the best case scenario. എല്ലാവരും ഹാപ്പിയാണ്. റീസ് ജെയിംസിന് വേൾഡ് കപ്പ് പോയത് നഷ്ടമൊന്നുമില്ല. ലൈക്ക് he won't be sad that okay fine anyways ഗ്രൂപ്പ് സ്റ്റേജിൽ പോയത് ഇംഗ്ലണ്ട് ടീമിന് കുഴപ്പമില്ല വിചാരിക്കാം, അടുത്ത വേൾഡ് കപ്പിൽ പിടിക്കാൻ വിചാരിക്കാം. അറ്റ് ദ സെയിം ടൈം ചെൽസിക്ക് ആവശ്യം റീസ് ജെയിംസിന് ലൈക്ക് പ്രീമച്ചറായിട്ട് കളിപ്പിച്ചിട്ടും ഇല്ല. So and plus everyone gets 1 month rest within the English squad, so that also is a good thing. Apo that is best case scenario, but obviously like if there's a chance that England reach quarterfinals or like semi-finals, they will rush him because that's how much he's valued at. Nammal Kante ne upayogicha pole, like during our Sari season or any season, whenever Kante is fit he plays, even if he's 80% fit, because athra impact cheyunna oru player aanu. And simpler thing will be to Reece in England for sure. അപ്പോ ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് പിന്നെ ചെൽസി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ റീസ് ജെയിംസ് വേൾഡ് കപ്പ് കളിക്കണ്ട എന്ന് നമ്മള് ഒരു 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 റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെ പിടിച്ചു നിൽക്കണം, അല്ലേ ഗിരീഷ്? I mean he's that value. He's easily our best player. He's our best player. So അവന് ഇഞ്ചുറി ഒന്നും പറ്റില്ലെങ്കിൽ വി ഹാവ് നോ പ്രോബ്ലം. എത്ര വേണമെങ്കിൽ വേൾഡ് കപ്പ് കളിച്ചു, കുഴപ്പമില്ല. പക്ഷെ കൺസിഡറിങ് ദിസ് ദ പ്ലെയർ ഹി ഈസ്, ലൈക്ക് നമ്മൾ സെൽഫിഷ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ യെസ്, ബട്ട് ഫോർ ഹിംസെൽഫ് ഓബ്വിയസ്ലി ഏതൊരു പ്ലെയറിനും ഒരു വേൾഡ് കപ്പിൽ കളിക്കുക, ആ വേൾഡ് കപ്പ് ജയിക്കുക എന്നായിരിക്കും ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീം, ലൈക്ക് ഫോർ എനി വൺ ഐ വുഡ് സേ. ലൈക്ക് ഈവൻ ദോ ക്ലബിൽ എത്ര വലിയ ക്ലബ് ആണെങ്കിലും യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം വിൽ ഓൾവേസ് ബി ടു പ്ലേ ഫോർ എ കൺട്രി ആൻഡ് വിൻ എ ട്രോഫി ഫോർ യു കൺട്രി. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് ഒരു അതിനെക്കാട്ടി വലിയൊരു ഇതില്ല, ഒരു എന്താണ് അച്ചീവ്മെന്റ് ഇല്ല ഒരു പ്ലെയറിന്, ഓർ അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാൻഡ്സ് കറന്റ്ലി ഇൻ ഇംഗ്ലീഷ് ഫുട്ബോൾ. സോ it is very very scary though. Like should he go with his, like we obviously want him to be happy, പക്ഷെ we are very selfish as Chelsea fans also. അതെ, അപ്പോ now that ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്നത്തെ സ്ട്രീം തുടങ്ങിയത്, ബിക്കോസ് അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ്ഗസ്റ്റ് ന്യൂസ്. നമ്മളുടെ 2 വേൾഡ് ക്ലാസ് ടാലൻസ് ആയിട്ടുള്ള ആൾക്കാർ വിൽ ബി ഔട്ട് ഫോർ ഒരു considerable amount of time എന്നുള്ളത്. അതുകൊണ്ടിട്ട് I mean I had to touch upon that. Now moving to more positive stuff. 5 games we've been winning in a row.
ഇതൊരു ഐ മീൻ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി ആസ്റ്റൺ വില്ല ഗെയിം, അത് ആ ഒരു ഡീപ്പ് ഡൈവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ചോദിക്കണം, ഈ ന്യൂ മാനേജർ ബൗൺസ് ആണോ അല്ലെങ്കിൽ ആർ വി ജെന്യുവൻലി ആക്ച്വലി ബെറ്റർ? That obviously time will say, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ന്യൂ മാനേജർ ബൗൺസ് അല്ല. ബിക്കോസ് ജനറലി when you relate a new manager bounce, it will be a situation where manager കയറി അപ്പൊ തന്നെ they're starting to win, right? നമ്മുടെ കേസിൽ അങ്ങനെ ആയിരുന്നു. ലൈക്ക് there obviously the first game with Salzburg was there. അതിനൊരു 1 month preparation time ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കളിക്കാൻ തുടങ്ങിയത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ലക്ക്. ഇറ്റ് ഈസ് I feel that Potter has worked his tactics into the team. At least our impact, at least pitch our impact കാണുന്നുണ്ട്. The way we build up is different. The way we do things is different compared to Tuchel. Yes, നമ്മൾ 2-2 3 at the back formation similar ആയിരിക്കാം. And actually even within formation നമ്മൾ കുറെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ the way we play is completely different from how we used to play under Tuchel. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ന്യൂ മാനേജർ ബൗൺസ് ആണോ ചോദിച്ചാൽ, ഐ മീൻ ഇപ്പൊ ഒരു 2 കളി അടുപ്പിച്ച് തോറ്റാൽ you will say that obviously it was new manager's bounce, പൊട്ടയാണെന്ന് പറയും. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു അതല്ല. ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ മാനേജർ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ സാധനമില്ല, അത് ഇങ്ങോട്ട് വരാതിരിക്കണം. എനിക്ക് വേറെ കാര്യം പറഞ്ഞ ഡിസംബർ, ലൈക്ക് ഐ ഡോണ്ട് കെയർ വാട്ട് പോയിന്റ് ഡിസംബർ. ബിക്കോസ് എപ്പോഴും നമ്മൾ കഴിഞ്ഞ 2 സീസൺ ഐ തിങ്ക് അണ്ടർ ലാംപാർഡ്, അണ്ടർ ടുഷൽ, I think under Sarri also for that matter, നമ്മൾ എല്ലാ 3 സീസൺ ഡിസംബറിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ഫസ്റ്റ് ആവുന്ന 2 പോയിന്റ് ഗ്യാപ്പ് എങ്ങാണ്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുൾ നോസ് ഡൈവ് ആണ്. അപ്പോൾ അത് ഉണ്ടാവേണ്ടിരുന്നത്, ദാറ്റ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് വറി ആൻഡ് മൈ ബിഗ്ഗസ്റ്റ് പ്രയർ. ലൈക്ക് നമ്മൾ ആ ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ വി സ്റ്റിൽ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ഫോം. ഭാഗ്യത്തിന് നമ്മുടെ ആ ഒരു ഓഫ് സീസൺ, ഐ മീൻ നമ്മൾ ഓഫ് ആവുന്ന ആ സീസൺ സമയത്താണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ്. അപ്പൊ സൈക്കോളജിക്കലി ഓർ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഹാവിങ് സെഡ് ദാറ്റ്, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ആസ്റ്റൺ വില്ല ഗെയിം. ആൻഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അടുത്ത് വി നോ ദർ ഇസ് എ ഗെയിം ടു നൈറ്റ്. അപ്പോൾ അതിന്റെ പ്രീ മാച്ചിലേക്ക് ഞങ്ങൾ സെഗ്വേ ചെയ്യുന്നതാണ്, പതുക്കെ അതിലേക്ക് പോകും. പക്ഷെ അതിനു മുമ്പ് നമ്മളുടെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ്. സോ ഗെറ്റിംഗ് റൈറ്റ് ഇൻ ടു ദി ആസ്റ്റൺ വില്ല ഗെയിം, ഒറ്റ കാര്യമുള്ളൂ, കെപ്പ അല്ലേ? ഒരു രക്ഷയില്ല. ആ ലാംപാർഡ് സീസൺ കാണിച്ച മൊത്തം എറേഴ്സ് ആ ഒരു കളിയിൽ ഹീസ് ലൈക്ക് ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഡയറക്റ്റ് മെസ്സേജ് ആണ്, ഐ ആം നോട്ട് ദാറ്റ് കെപ്പ എനിമോർ, ഐ എം എ ഡിഫറെന്റ് കെപ്പ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാച്ച് ആയിരുന്നു. ഇറ്റ് ഈസ് അൺബിലീവബിൾ. കെപ്പയുടെ വൈഫിനെ കണ്ടുപിടിച്ചിട്ട് ഒരു സമ്മാനദാനം, ഒരു പൊന്നാടയൊക്കെ അണിയിക്കുന്ന ഒരു ചടങ്ങ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. ലൈക്ക് ഇറ്റ് ആക്ച്വലി ഷോസ് എന്ന് പറഞ്ഞാൽ it's difficult to get behind the fact that ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആണ്, ബട്ട് ദേ ഹാവ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ അതുകൊണ്ടിട്ട് അത് പെർഫോമൻസിനെ ബാധിക്കും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വളർന്നു വരുന്ന സമയത്ത്, അതായത് വെൻ വി സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് ഓർ വെൻ വി ഗോട്ട് ഇൻ ടു ഫുട്ബോൾ, ആ സമയത്തൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് വാസ് അൺഹേർഡ് ഓഫ്. അപ്പൊ നമ്മൾ പറയും, അയ്യേ ഇവന്മാർ എന്തിനു കൊള്ളാം, പഴയ ആൾക്കാർക്ക് ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? മൊറീനോ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, ലാംപാർഡ് വാസ് എ മാൻ അറ്റ് 23, നൗ ഐ എം മാനേജിങ് എ ലോട്ട് ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞ സംഭവം. ബട്ട് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഡബിൾ എഡ്ജ് സോഡാണ്. ഇന്നത്തെ കാലത്ത് വി നോ ഹൗ ഇമ്പോർട്ടൻറ്റ് മെന്റൽ ഹെൽത്ത് ഇസ്. ആൻഡ് ഇറ്റ് ആക്ച്വലി ഇതിപ്പോ കെപ്പയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇത്രക്കും ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണ് ദാറ്റ് ഹൗ മച്ച് ഓഫ് എ ഡിഫറൻസ് ഇറ്റ് മേക്സ് എന്നുള്ളത്, അല്ലേ? കറക്റ്റ് ഡെഫിനറ്റ്ലി. നമ്മുടെ ഇപ്പോൾ കെപ്പയുടെ ബാഡ് ഫോമിന്റെ സമയം നോക്കിയാലും ഐ തിങ്ക് അറൌണ്ട് ദാറ്റ് ടൈം ഓൾസോ ഹി ഹാഡ് അണ്ടർഗോൺ എ ബ്രേക്കപ്പ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സ്റ്റേറ്റഡ് ആസ് എ ബിഗ് ഇഷ്യൂ ഫോർ ഹിം. ലൈക്ക് മെന്റലി കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇങ്ങനെ പോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഈവൻ ഇഫ് യു സീ സംതിങ് നമ്മൾ ലൈക്ക് തുഷാൽ ഓൾസോ ഫോർ ദാറ്റ് മാറ്റർ, അല്ലെ, നമ്മുടെ ഈ വർഷത്തിൽ എന്തോരം നെഗറ്റീവ് സിനാരിയോസ് ഹാൻഡിൽ ചെയ്ത ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം യൂസ് ടു ബ്രിങ് ഔട്ട് ഗുഡ് റിസൾട്ട്സ് ഡേ ഇൻ ഡേ ഔട്ട്. സോ at the end of the നമുക്ക് എല്ലാവർക്കും ഓർക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ദീസ് പ്ലേയേഴ്സ് ആർ ഓൾ ഹ്യൂമൻസ്. at the end of the day ആ ഒരു എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് അവർക്കും ഫീൽ ചെയ്യും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ഹാവ് എ ഷീൽഡ് അറൌണ്ട് ദംസെൽസ് ഫ്രം ദാറ്റ്. സോ നമുക്കത് കൺസിഡർ ചെയ്യണം. ആൻഡ് പ്രോബബ്ലി ഹിസ് കെപ്പന്റെ ഒരു ചേഞ്ച് ഓഫ് ഫോം obviously could be because he's worked more hard in training. Definitely it's because of that, but also because he's in a very good frame of mind. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എത്ര ട്രെയിൻ ചെയ്താലും ഒരു നെഗറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡ് ഉണ്ടായ യുവർ പെർഫോമൻസ് വിൽ നെവർ ബി അപ് ടു യുവർ ബെസ്റ്റ്. And Kepa, Aston Villaനെതിരെ കാണിച്ച ഒരു പെർഫോമൻസ്, ലൈക്ക് unless you are at 100%, you can never pull off that game.
അതെ correct. സിംഗിൾ ഹാൻഡിൽ നമ്മള് ഒരു 3 goals മിനിമം 3 goals സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഷുവർ. വേറെ ഏത് ഗോൾ കീപ്പർ ആണെങ്കിലും ഇറ്റ് ഹാവ് ബീൻ 3 goals. ഇങ്സിന്റെ സേവ് ആയിരുന്നു ഒരു വേറെ മൂഡ് സാധനം. അത് ഹി ഹാഡ് നോ റൈറ്റ് ടു ഡു ദാറ്റ്. ഒരു രക്ഷ ഉണ്ടായില്ല. ഐ മീൻ ഞാൻ ഐ തിങ്ക് മൗണ്ടിന്റെ 2 ഗോളുകൾക്കും കൂടുതൽ എണീറ്റ് ചിയർ ചെയ്തത് ആ സേവ് കണ്ടപ്പോഴായിരുന്നു. ആൻഡ് ഐ എം സോ ഗ്ലാഡ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായി. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വെൻ വി ബോട്ട് ഹിം, പുള്ളിയുടെ ഹൈലൈറ്റ് റീൽസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മേ ഇവൻ ആരടത് സ്പൈഡർമാനോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ആൻഡ് ഫസ്റ്റ് സീസൺ ഈ കൈൻഡ് ഓഫ് ജസ്റ്റിഫൈ ചെയ്തായിരുന്നു ആ ഒരു വേൾഡ് റെക്കോർഡ് ഫീ. ഒബ്വിയസ്ലി ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, മാനേജർ ഇഷ്യൂ, ഞാൻ കളിച്ചോളാം ആ സംഭവമൊക്കെ. ഐ മീൻ ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. ഐ മീൻ അതൊക്കെ ഇപ്പോൾ ഹിസ്റ്ററിയാണ്. ബട്ട് ദെൻ കെയിം ദാറ്റ് ലാംപാർഡ് സീസൺ. നമ്മൾ തന്നെ ആലോചിച്ചു ഇവൻ എന്താ സാധനം, ഇവൻ ഫുട്ബോളർ തന്നെയാണോ? ആൻഡ് അതിൽ നിന്ന് ഈ ലെവലിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഐ മീൻ അവൻ ഈ പറഞ്ഞ ആ ലെവലിലേക്ക് കയറാൻ ഈ ഐ തിങ്ക് ആ സമയത്ത് വി വെയർ ഇൻ ഫോർ ആലിസൺ. ആദ്യം നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ആലിസൺ ആയിരുന്നു. അപ്പൊ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഇച്ചിരിയും കൂടി പൈസ മെറീന ആ സമയത്ത് എറിഞ്ഞായിരുന്നു വെച്ചെങ്കിൽ മെൻഡിയും വേണ്ട, കെപ്പയും വേണ്ട, ആരും വേണ്ട, സ്ലോനീനെ ഇല്ല, ഒരൊറ്റ സാധനം മതിയായിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ. പക്ഷെ നൗ ഇപ്പൊ ഒരു കളിയെ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് 4 clean sheets in a row. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് വേറൊരു ഐ വാസ് ലിസണിങ് ടു യുവർ പോഡ്കാസ്റ്റ് ഇന്നത്തെ കാര്യത്തിന് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കിട്ടിയൊരു ഇൻട്രസ്റ്റിംഗ് ട്രിവിയ ഫാക്ട് ഉണ്ട്. അത് ആക്ച്വലി ഗിരീഷിന് വേണമെങ്കിൽ ക്വിസിൽ ഉപയോഗിക്കാം. ജസ്റ്റ് ഗിവിങ് യു സം ഹിൻസ്. അപ്പോൾ ഈ നമ്മുടെ പോട്ടർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ബ്രൈറ്റണിൽ ഉണ്ടായിരുന്ന ഗോൾ കീപ്പിംഗ് കോച്ചിനെയും കൊണ്ടുവന്നിട്ടുണ്ടായി. സ്റ്റാഫിൽ ആ ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ട്. അപ്പാരന്റ്ലി ദിസ് ഗൈസ് നെയിം ഇസ് ബെൻ റോബർട്ട്സ്. അപ്പോൾ കെപ്പയുടെ വൈഫിനെ താങ്ക് ചെയ്യണ പോലെ തന്നെ വി ഷുഡ് ബി താങ്കിങ് ബെൻ റോബർട്ട്സ് ബിക്കോസ് ഹി ഈസ് എ വെരി ഹൈലി റേറ്റഡ് കോച്ച് ഇൻ ഇംഗ്ലണ്ട്. എല്ലാവരും പുള്ളിനെ പറ്റി വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇൻ ദ ഫുട്ബോളിംഗ് സ്പേസിൽ പറയാറുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ റോബർട്ടോ ഡിമെറ്റയോ ഉണ്ടല്ലോ, നമ്മുടെ ലെജൻഡറി മാനേജർ പ്ലെയർ എല്ലാമായിരുന്നല്ലോ. റോബർട്ടോ ഡിമെറ്റയോ ഇസ് നോൺ ഫോർ 2 things. 1, the winner in the FA Cup final, and 2, the Champions League final. നമ്മുടെ ആദ്യത്തെ ചാമ്പ്യൻ. ആ FA Cup ഫൈനലിലെ ഗോള് ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ FA Cup ഫൈനൽ ഹിസ്റ്ററി. ഒരു എട്ടങ്ങേറ് മെനകെട്ട ഗോളായിരുന്നു. ഒരു ഹാഫ് വോളി എന്തോ പറഞ്ഞു, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. അന്ന് ആ ഗോൾ കീപ്പർ ഗസ് ഹൂ? ബെൻ റോബർട്ട്സ്. Oh god. So, life comes at you fast എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്മോൾ വേൾഡ്. അപ്പൊ ബെൻ റോബർട്ട്സ് അതെ ഫുൾ സർക്കിളായി. അപ്പൊ അന്നത്തെ ആ ഒരു ഗോള് കൺസീഡ് ചെയ്ത് ഇങ്ങനെ കറങ്ങി മച്ചാൻ ഇപ്പൊ നമ്മുടെ കെപ്പേനെ ട്രെയിൻ ചെയ്ത് വേറൊരു ബീസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു ബെൻ റോബർട്ട്സ്, താങ്ക് യു കെപ്പാസ് വൈഫ്, ഐ ഡോണ്ട് നോ യുവർ നെയിം ബട്ട് ലെജൻഡ് ബോത്ത് ഓഫ് യു. നൗ മൂവിങ് ഓൺ ടു ദ ഗോൾ സ്കോറർ മൗണ്ട്. പുള്ളി ആ നമ്മുടെ ആസ്റ്റൺ വില്ല അല്ലെ AC മിലാൻ കളി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു അസിസ്റ്റ് ഒക്കെ തുടങ്ങി, ഇനി അടുത്തത് ഗോൾസ് ആണ്. പാറയിലും അടുത്ത കളിയിൽ 2 വെടിച്ചില്ല് സാധനം. അതിൽ ഒരെണ്ണം മിങ്സേട്ടന്റെ വമ്പൻ അസിസ്റ്റ് ആയിരുന്നു. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ റീപ്ലേ, ആ മിങ്സ് ഹെഡറിന് ചാടിയതും മൗണ്ട് ഏതാണ്ട് ഇപ്പൊ ബോൾ എന്റെ കയ്യിലേക്ക് വരും എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ, ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് എവിടെ നിന്നോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും വലിയൊരു ഡിഫൻഡർ ഫ്രീ ആയിട്ടൊരു ഹെഡർ മര്യാദക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഐ തിങ്ക് നമ്മൾ രണ്ടുപേരും അതിലും ബെറ്റർ ചെയ്താനെന്നാണ് ആ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ മൗണ്ട് അത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ഫസ്റ്റ് ടച്ചിൽ ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു കിടിലൻ ഫ്രീ കിക്ക്. അതും ഐ തിങ്ക് മോർ ദാൻ എ ഗുഡ് ഫ്രീ കിക്ക് ഇറ്റ് വാസ് എ ഗോൾ കീപ്പിംഗ് എറർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് അത്രക്കും പുറകിൽ നിന്ന് എടുക്കുന്ന ഒരു ഫ്രീ കിക്കിന് 2-3 സ്റ്റെപ്പ് മുന്നേ ചാടി അങ്ങോട്ട് മാറി പിന്നെ ഇങ്ങോട്ട് ചാടി. ഇറ്റ് ലുക്ക് വെരി മെസ്ഡ് അപ്പ്. അപ്പോൾ ക്രെഡിറ്റ് വേർ ഇറ്റ്സ് ഡ്യൂ, മൗണ്ട് 2 ഗോൾ അടിച്ചു. ഒബ്വിയസ്ലി അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ബട്ട് ഹൗ ഡു യു റേറ്റ് ഹിസ് പെർഫോമൻസ്? സോ ആക്ച്വലി 2 ഗോൾ സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോൾ മിങ്സിന്റെ ആ ഒരു ഇതില്ല, ടോം പറഞ്ഞ ആന്റിസിപ്പേഷൻ ഇസ് ക്രൂഷ്യൽ. സെക്കൻഡ് ഓഫ് ഓൾ ലൈക്ക് ആ ഷോട്ട് ഓൾസോ ഇറ്റ് ഇസ് നോട്ട് ദി ഈസിയസ്റ്റ്. ലൈക്ക് ദ ഗോൾ കീപ്പർ ഡിഡ് ഹിസ് ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. ആ ഒരു അടുത്ത് വന്നു ആൻഡ് ലൈക്ക് മൗണ്ട് ഹാഡ് ടു ഡു ദാറ്റ് ഫിനിഷ് വിച്ച് നമ്മുടെ ചെൽസി പ്ലേയേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലൈക്ക് ഇറ്റ് ഹസ് ബിക്കം ദാറ്റ് ബാഡ്. അങ്ങനെ സിറ്റുവേഷനിൽ ഫ്രം ദ ക്ലോസ് റേഞ്ച് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ദി ഈസിയസ്റ്റ് ഷോട്ട്സ് ടു ടേക്ക്, പക്ഷേ ഗോൾ ഇട്ടു, ഫൈൻ, ഗ്രേറ്റ്.
1-0. പക്ഷെ സെക്കൻഡ് ഫ്രീ കിക്ക് നോക്കുമ്പോൾ അതിന്റെ വേറെ കാര്യം നോട്ട് ചെയ്യേണ്ടി പറഞ്ഞു. ഞാൻ ഒരു വീഡിയോ റീസെന്റ് ഇന്ന് കണ്ടായിരുന്നു. ജസ്റ്റ് ബിഫോർ ദ ഫ്രീ കിക്ക് വാസ് ടേക്കൺ, നമ്മുടെ തിയാഗോ സിൽവ ബാക്കിൽ നിന്ന് വന്ന് when the Aston Villa wall was standing, we also have 2 players in the wall, right? Yeah. So initially നമ്മൾ രണ്ട് പ്ലേയേഴ്സ് നമ്മുടെ ആസ്റ്റൺ വില്ല വാളിന്റെ സൈഡ് ലൈൻ നിന്നോണ്ടിരുന്നു. തിയാഗോ സിൽവ called and they're like come in front of them. Basically the logic behind it was that നമ്മുടെ മാർട്ടിനസിന്റെ വ്യൂ കുറച്ച് ബ്ലോക്ക് ചെയ്യാനായിരുന്നു, വിഷൻ ബ്ലോക്ക് ചെയ്യാൻ. അതാണ് തിയാഗോ സിൽവ ചെയ്തത്. സോ അതൊരു ഇമ്പാക്ട് ആയിരിക്കാം, ബിക്കോസ് ഇറ്റ് വാസ് എവിഡന്റ്. ആൻഡ് സെക്കൻഡ് തിങ് വാസ് ആ ബോൾ, ആ ഫ്രീക്ക് അടിച്ച ബോളും ഇറ്റ് വാസ് നമ്മള് ടിവിയിലാണെന്നുള്ള ഇറ്റ് വാസ് സ്ട്രേറ്റ് ഫോർവേഡ് ഗോയിങ് ടു ദ റൈറ്റ്. നമ്മളൊരു ഡിപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് കേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ഇറ്റ് വാസ് നോട്ട് ഐ മീൻ at the end of the day, Emi Martinez is a world-class goalkeeper. Like, even though he's playing for Aston Villa, he's among one of the best goalkeepers in the Premier League. True. അങ്ങനെ ഇപ്പോൾ Premier League ഒരിക്കലും ഇങ്ങനെ wrong footed ആവണമെങ്കിൽ there has to be a reason behind it. And I feel that it's a combination of these two things that made the goal. Obviously, ആ ഒരു ഫ്രീ കിക്ക് നല്ലൊരു ഫ്രീ കിക്ക് ആയിരുന്നു. There's no denying that at all. Because എടുത്ത് കഴിഞ്ഞപ്പോൾ I'm like, wow, that's just brilliant. ആൻഡ് ഇതൊക്കെ കാണുമ്പോൾ ലൈക്ക് യു നോ വാട്ട് ഇറ്റ് റിമൈൻഡഡ് മീ, ആ ഒരു വീഡിയോ അല്ലേ പണ്ടത്തെ മേസൺ മൗണ്ട് ചെറുതായപ്പോഴുള്ള. ഞാൻ ആക്ച്വലി സ്ക്രീനിങ്ങിന്റെ സമയത്ത് പറഞ്ഞു മേസൺ മൗണ്ട് എപ്പോ ഗോൾ അടിച്ചാൽ ഐ മീൻ ഫ്രീ കിക്ക് അടിച്ചാൽ അപ്പൊ തന്നെ ഈ സാധനം ഇടും. പക്ഷെ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഇട്ടില്ല. ഐ മീൻ അതിലെ ഐ തിങ്ക് ഈവൻ വെൻ ഞാൻ സ്കൂളിലായിരിക്കുമ്പോഴും നമ്മള് പറയാറുള്ള ഒരു കാര്യമായിരുന്നു, വാൽവ് കറക്റ്റ് പോകേണ്ട ഡയറക്ഷനിലേക്ക് അടിക്കുക, അല്ലെങ്കിൽ വാൽവ് തിരിച്ചു വെച്ച് വാൽവിനിട്ട് അടിക്കുക, ബോൾ കിടന്ന് ഇങ്ങോട്ടൊക്കെ കുലുങ്ങും എന്നൊക്കെ. ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബട്ട് അപ്പാരന്റ്ലി there is some magic in it. ആൻഡ് എൻഡർസൺ എന്ത് പറഞ്ഞ പോലെ തന്നെ ആദ്യം എല്ലാവരും മൗണ്ടിന് ഓഫർ കൊടുക്കരുത്, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഇപ്പോഴും ഈ ഡിവൈഡ്സ് ദി ഫാൻ ബേസ് ലൈക്ക് ക്രേസി. ആൻഡ് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ആക്ച്വലി. ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡിവൈഡ്. എനിക്ക് how many times does Mount have to prove himself? Like എനിക്ക് മനസ്സിലായി, ലൈക്ക് സ്റ്റാർട്ടിംഗ് സീസൺ ഡൗൺ ആയിരുന്നു. യെസ്, മെനി ഗെയിംസ് ഹി ഹാസ് ബീൻ ഡൗൺ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഹി ഹാസ് ബീൻ ഡൗൺ ടു എൻ എക്സ്റ്റെന്റ് ഓഫ് ലൈക്ക് നമ്മുടെ മൊറാട്ട ഓർ ലൈക്ക് സമ്മൺ ഹു ഡിസേർവ്സ് ടു ബി ബാഷ്ഡ് അല്ലേ. നമ്മുടെ ഒരു സാധാരണ ഒരാൾ ഫോം ഔട്ട് ആവുന്ന പോലെ ആവും, പിന്നെ ഇടയ്ക്ക് കയറി വരും. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ക്രേസി. സോ ബട്ട് എവറി ടൈം മൗണ്ട് ഹാസ് എ ഫോം ഔട്ട്, ഹി ഹാസ് ടു പ്രൂവ് ഹിംസെൽഫ് ഫ്രം 0 to 100 again. Not like നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കില്ല. ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ സീസൺ സ്റ്റാർട്ടിങ്ങിൽ there was a big Twitter thread saying why Mount is absolutely horrible. I remember absolutely rubbish ആണ്. ഈ സ്ഥലത്ത് ഇങ്ങനെ പാസ് കൊടുക്കണമായിരുന്നു, ഈ സ്ഥലത്ത് അങ്ങോട്ട് പാസ് കൊടുക്കണമായിരുന്നു എന്നൊക്കെ. ആൻഡ് ഞാൻ ഇപ്പൊ എൻ്റെ ഒരു മോട്ടോ ഐ മീൻ ഒരു സ്ലോഗൻ ഇൻ ലൈഫ് ഇസ് വെൻ ദ ഹൗസ് ഇസ് ഓൺ ഫയർ ത്രോ വാട്ടർ ഫസ്റ്റ്. പെട്രോൾ എറിയരുത് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് പെട്രോൾ എറിയാൻ പോവാണ്. പെട്രോൾ എറിയേണ്ട കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജിത്ത് മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അജിത്ത്, വെൽക്കം ടു ദ സ്ട്രീം. യു ആർ ജസ്റ്റ് ഡിബേറ്റിംഗ് അല്ല, ഓൾമോസ്റ്റ് ഡിബേറ്റിംഗ് വിത്ത് ദി അതർ ഹാഫ് ഓഫ് ചെൽസി ഫാൻസ് അബൌട്ട് മൗണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ അതില് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ്, അത് ഞാൻ എടുത്ത് ചോദിച്ചത് ശരിയാണോ എന്നുള്ളത്. എനിക്ക് നമ്പർ ഐ ഡോണ്ട് റിമെമ്പർ. മേസൺ മൗണ്ട് ആൻഡ് ലാംപാർഡ് രണ്ടുപേരുടെയും സ്റ്റാറ്റ്സ് വെച്ച് നോക്കി, അതായത് ഫസ്റ്റ് എത്രയോ നമ്പർ ഓഫ് ഗെയിംസ് ഇൻ ദ പ്രീമിയർ ലീഗിൽ ഗോൾസ് ഏകദേശം സെയിം ആണ്, നമ്പർ ഓഫ് ഗോൾസ്. പക്ഷെ നമ്പർ ഓഫ് അസിസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു 10-30 അസിസ്റ്റുകൾ കൂടുതലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലാംപാർഡിനൊരു ഭയങ്കര സ്ലോ സ്റ്റാർട്ടായിരുന്നു പ്രീമിയർ ലീഗിൽ, ആൻഡ് ദെൻ ഹി പീക്ഡ്. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ് the comparisons have been very evident from the start. Mount and Lampard. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൗണ്ട് is miles ahead already അല്ലേ? Again throwing petrol, Ajit. I would like to disagree on that. Miles ahead എന്ന് പറഞ്ഞാൽ മേ ബി ഏജിൽ നോക്കുമ്പോൾ മൈൽസ് അഹെഡ് ആണ്. ഒരൊറ്റ കാര്യം അതിനിടയിൽ 2-3 പേര്, ആകാശ്, സൂരജ് ആൻഡ് ഹരി, സോറി ഗൈസ്, I will start looking at the comments now. ഞാൻ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. I will start looking at comments now. പോരട്ടെ, പൂശിക്കോ. അപ്പോ ലൈക് ഏജ് നോക്കുമ്പോ മേ ബി മൗണ്ട് ലൈക് അറ്റ് ദിസ് ഏജ് കുറച്ചുകൂടി ബെറ്റർ നമ്പേഴ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ലൈക് ലാംപാർഡ് പറഞ്ഞ പോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് പീക്ക് ചെയ്തത്. പിന്നെ പീക്ക് ചെയ്ത സമയം മുതലുള്ള കൺസിസ്റ്റൻസി അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 years പുള്ളി ഇങ്ങനെ തന്നെ 20 അല്ല ആക്ച്വലി 30 to 35 ഗോൾസ് ആൻഡ് അസിസ്റ്റ്
കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ മൗണ്ടിന് ആ ലെവലിൽ എത്തണമെങ്കിൽ പ്രോബബ്ലി ഈ ഷുഡ് സ്റ്റാർട്ട് നൗ ഇറ്റ് സെൽഫ്. കാരണം കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ 10 goals 10 assists അങ്ങനെ എന്തോ ആയിരുന്നല്ലോ. സോ ഹി ഹാസ് ടു ലൈക്ക് ഇൻക്രീസ് 15 goals 15 assists എല്ലാ സീസണിലും ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കണം. പ്ലസ് ഈ സീസണിൽ പുള്ളി ഇപ്പൊ ഇത്തിരി ലൈക്ക് കുറച്ചൊരു ലേറ്റ് സ്റ്റാർട്ട് ആയിരുന്നു, മേ ബി ബിക്കോസ് ഓഫ് ദ ബാക്ക് റൂം ഇഷ്യൂസ് ആൻഡ് വാട്ട് എവർ ഇറ്റ് ഇസ്. ബട്ട് ലുക്കിംഗ് അറ്റ് മൗണ്ട്സ്, ഇത് മൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ മാനേജർ വന്ന് മൗണ്ട് മരിച്ചു കളിക്കും. അതാണ് ഇപ്പൊ ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ കുറെയൊക്കെ മൗണ്ടിന്റെ ലൈക് പീപ്പിൾ അറൌണ്ട് ഹിമിന്റെ ബേസിസിലാണ് മൗണ്ട് പെർഫോം ചെയ്യാറ്. സോ ഇഫ് ദ ടീം ഇസ് പെർഫോമിങ് വെൽ, മൗണ്ട് പെർഫോംസ് വെൽ. അല്ലെങ്കിൽ മൗണ്ട് കുറച്ച് ഒന്ന് ഡള്ളായി പോകുന്ന ഒരു ഇതാണ്. പക്ഷെ ലാംബാർഡ് ഹി പെർഫോംസ് കൺസിസ്റ്റന്റ്. ലൈക് പുള്ളി ആണ് ഹീസ് ദ വൺ ഹു ഡ്രൈവ്സ് ദ ക്രിയേറ്റിവിറ്റി. ആ ഒരു കാര്യത്തിൽ മൗണ്ട് സംവെയർ ലിറ്റിൽ ബിഹൈൻഡ്. പക്ഷേ ഐ വുഡ് ആ അജണ്ടയോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഐ വാണ്ട് മൗണ്ട് ടു ബി ഓൺ ദാറ്റ് ലെവൽ ആൻഡ് ഐ ബിലീവ് ഹി ഹാസ് ദ കേപ്പബിലിറ്റി. മേ ബി ഹി ഹാസ് ലൈക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ചെൽസി ഫാൻസിനോട് എപ്പോഴും മൗണ്ട് പ്രൂവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പ്രൂവ് ചെയ്യണം, കാരണം ചെൽസിയാണത്. ആൻഡ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഹി വാണ്ട്സ് ടു പ്രൂവ് ഇറ്റ്. സോ ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഹി വാണ്ട്സ് ടു പ്രൂവ് ഇറ്റ്. ആൻഡ് ഐ എം ലൈക്ക് എനിക്ക് നല്ലോണം ഹോപ്പ് ഉണ്ട് മൗണ്ടിൽ. അടിപൊളി. അപ്പോ ഫൈനൽ തിങ് ബിഫോർ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഫ്രം ദി ആസ്റ്റൺ വില്ല ഗെയിം. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഡിസ്ക്രൈബ് ദാറ്റ് ഗെയിം ഇൻ ഫ്യൂ ഒരു സെന്റൻസ്. ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കളികൾ, അതായത് വി വൺ 2-0, വി കെപ്റ്റ് എ ക്ലീൻ ഷീറ്റ്, വി ഹാഡ് കപ്പിൾ ഓഫ് വേൾഡ് ക്ലാസ് ലെജൻഡറി മൊമെന്റ്സ് ഇൻ ദ ഗെയിം, ബട്ട് വി പ്ലേഡ് ഷിറ്റ് അല്ലേ. വി വൺ ദ ഗെയിം വൈൽ പ്ലേയിങ് ഷിറ്റ് ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പ്രീമിയർ ലീഗ്. ഇങ്ങനത്തെ ഇത്രയും ഫിക്സ്ചർ കൺജഷൻസും അതും ഇതുമായി ലോങ് സീസൺ, കുറെ ഇഞ്ചുറീസ് ഓൾറെഡി ആയി. അങ്ങനെയുള്ള ഒരു സമയത്ത് 2-0 away at ആസ്റ്റൺ വില്ല ആൻഡ് വെൻ ദേ പ്ലേഡ് ആക്ച്വലി അവരൊരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ഐ തിങ്ക് കമൻട്രിയും പറയുന്നുണ്ടായി, അത് കഴിഞ്ഞിട്ട് അനാലിസിസിൽ ഞാൻ കണ്ടായിരുന്നു ദാറ്റ് ഈവൺ ആസ്റ്റൺ വില്ല ഫാൻസ് തന്നെ പറയുന്നുണ്ടായി ദിസ് വാസ് ദ ബെസ്റ്റ് ദേവ് സീൻ ദം പ്ലേ. ആൻഡ് വെൻ യു ലുക്ക് അറ്റ് ദ ലൈനപ്പ്, അവരുടെ മൊത്തത്തിലുള്ള സ്ക്വാഡ് നോക്കുമ്പോൾ വാട്കിൻസ്, ഇങ്സ്, കുട്ടീനിയോ, ബുണ്ടിയ, ലിയോൺ ബെയ്ലി, ജേക്കബ് റാംസി, ഇവരെല്ലാവരും ആ കളിയിൽ ഫീച്ചർ ചെയ്തു. എല്ലാവരും ഐ തിങ്ക് ടുക്ക് അറ്റ്ലീസ്റ്റ് എ ഷോട്ട് ഓൾസോ വിച്ച് കെപ്പ സേവ്ഡ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വി വെർ ആക്ച്വലി ഇപ്പൊ പോട്ടറിന്റെ അടിയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഒരു ടയേർഡായിട്ട് കളിച്ച ഒരു ഗെയിം, ഒരു ഫുൾ ഫ്ലോയിൽ കളിച്ചിട്ടില്ലാത്ത പോലെ എനിക്ക് മാത്രമാണോ തോന്നിയത്, അല്ലെങ്കിൽ ഗിരീഷ് ഡിഡ് യു ഫീൽ ദ സെയിം? നമ്മള് ഹൊറിബിൾ ആയിരുന്നു ആ ഒരു മാച്ച്. എനിക്ക് ശരിക്കും എങ്ങനെയാ തോന്നിയത്, നമ്മുടെ റോക്കി മൂവിയില്ലേ, അവിടെ ഇംഗ്ലീഷ് മൂവി സിൽവസ്റ്റർ ഉണ്ട്, ആ ഒരു ഫൈനൽ ഫൈറ്റില്ലേ, റോക്കി ഈസ് ഗെറ്റിംഗ് ഓൾ ദ പഞ്ചസ്, ബട്ട് ദ നോക്കൌട്ട് ബ്ലോ വാസ് ഡെൽറ്റ് ബൈ റോക്കി ബാൽബോവ. അപ്പൊ ആ ഒരു വൈബാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ലൈക്ക് വി വർ ഹൊറിബിൾ, വി ആർ ഗെറ്റിംഗ് ബാറ്റേർഡ് ത്രൂ ഔട്ട് ദ ഗെയിം, പക്ഷെ വേർ the punch that mattered we delivered and not them. And obviously അതിന്റെ ഒരു വലിയൊരു പന്ത് പറഞ്ഞാൽ കെപ്പയായിരുന്നു, ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് ആയിരുന്നു അത്. ലൈക്ക് ഇവിടെ എനിതർ ഗോൾ കീപ്പർ ആസ്റ്റൺ വില്ല ഈസി ആയിട്ട് 3-4 ഗോള് അടിച്ചിട്ട് ഇറ്റ് വുഡ് ബീൻ ലൈക്ക് 4-2 or 5-2 sort of a game. പക്ഷെ obviously because of Kepa and we were clinical for once. Like നമുക്ക് 2-3 ഷോട്ടേ അടിച്ചിട്ടുള്ളൂ, അതിൽ 2 ഷോട്ട് 2 ഗോൾ അടിച്ചത്. So for once we are clinical. അപ്പൊ അതൊരു very good thing to see. And always like there's always a saying like if you're able to win after playing horribly or after playing a bad game, that is a sign of a champion team. We've seen that. I mean, we've been following football for over 20 years now, and അത് തന്നെ ഐ മീൻ ആ ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പറയാറുണ്ട്. എല്ലാ കളിയും യോഗൻ ക്ലോപ്പിന്റെ സെക്സി ഫുട്ബോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചില കളികൾ അടൂർ ഗോപാലകൃഷ്ണനായിരിക്കും, ബട്ട് പതുക്കെ റിസൾട്ട് കിട്ടിയാലും ഐ മീൻ ഈ 1-0 ഗെയിംസ് കൊണ്ടിട്ട് ഒരു കൊട്ടാരം സൃഷ്ടിച്ച ഒരു ടീമാണ് ഈ പറഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി പ്ലേ ഷിറ്റ് ആൻഡ് സ്റ്റിൽ വിൻ ദ ഗെയിം. അപ്പോൾ മൂവിങ് ഓൺ സെക്കൻഡ് ഗെയിം ദാറ്റ് വേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് സെക്കൻഡ് ഗെയിം ആ ക്രിസ്റ്റൽ പാലസ് കളി ഇങ്ങനെയായിരുന്നു. സോ ഇറ്റ് ഈസ് നൈസ് ടു സീ ഇങ്ങനെ എന്താണ് വി ആർ ഏബിൾ ടു ഗിവ് അപ്പ് ദോസ് റിസൾട്ട്സ്. ഒബ്വിയസ്ലി കുറച്ച് വറിയിങ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഒരു ബേസ് ലെവൽ നോക്കിയാൽ ഇറ്റ് ഈസ് വറിയിങ്. പക്ഷെ ഇഫ് യു ആർ ഏബിൾ ടു പുൾ ഓഫ് ദോസ് വിൻസ് ഇറ്റ് ഈസ് നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ്. ഓക്കെ, സോ നമ്മുടെ സൂപ്പർ സ്റ്റാർ SK എത്തിയിരിക്കുകയാണ് കറക്റ്റ് 10:59. അപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ച് അടുത്ത അരമണിക്കൂർ നമ്മളുടെ നെക്സ്റ്റ് ഗെയിമിന്റെ ബ്രെൻഫോർഡ് ഗെയിമിന്റെ പ്രീ മാച്ച് ആണ്.
പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വിമൻസ് ഗെയിമിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. വിമൻസ് ഗെയിം പറഞ്ഞപ്പോൾ കറക്റ്റ് ജിത്തുവും വന്നിട്ടുണ്ട്. ബോത്ത് ഓഫ് ദം ഹാവ് our women's team in the background, so correct time-il women's team important update, Emma Hayes is out for a while. Ipo nammade ellarum out for a while ആയിക്കൊണ്ടിരിക്കുകയാണ്. He was battling this disease called endometriosis. ഞാൻ തെറ്റിച്ചിട്ടുണ്ടാവും മിക്കവാറും, എന്തോ ഇടങ്ങേറെ സാധനമാണ്. അപ്പൊ അതിനെന്തോ ഒരു എമർജൻസി സർജറി ഒക്കെ വേണ്ടി വന്നു. ഷീൽ ബി ഔട്ട് ഫോർ എ ഫ്യൂ മോർ വീക്സ്, എന്നിട്ട് ദെൻ ഷീൽ ബി ബാക്ക്. അപ്പോൾ അതിനിടയിൽ വി വൺ എ ഗെയിം അഗൈൻസ്റ്റ് എവർട്ടൺ. എവേ പോയി എവർട്ടനെ കളിച്ച് തോപ്പിച്ചു. വി കെയിം ബാക്ക് ഫ്രം എ ഗോൾ ബിഹൈൻഡ് ആൻഡ് വൺ ദ ഗെയിം 3-1. പെർണില ഹാർഡർ 2 ഗോള്, മൈസൺ മൗണ്ട് അന്ന് തന്നെ 2 ഗോള്. രണ്ടുപേരും ഏകദേശം ഒരേ പ്രൊഫൈലാണ്. ചെൽസി ഫാൻസ് എല്ലാവരും രണ്ടുപേരെ പറ്റി ഏകദേശം ഒരേ അഭിപ്രായമാണ്. ഭയങ്കര ടാലന്റഡ് ആണ്, പക്ഷേ ഇനഫ് നമ്പേഴ്സ് ഇല്ല, കുറച്ചും കൂടിയൊക്കെ വേണം എന്ന് പറയുന്ന ദിവസം തന്നെ രണ്ടുപേരും 2 ഗോൾ അടിച്ചു. ആൻഡ് തേർഡ് ഗോള് 90+5 നിയം ചാൾസും വെച്ചു. അങ്ങനെ 3-1 നല്ലൊരു കംഫർട്ടബിൾ വിക്ടറി. ആൻഡ് നെക്സ്റ്റ് ഗെയിം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭയങ്കര ഒരു സെക്സി ഗെയിമാണ്. ബിക്കോസ് ഇപ്പോൾ ചെൽസി ബാർസലോണ എന്നൊക്കെ പറയുന്ന പോലെ വിമൻസ് ഗെയിമിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് ഗെയിമാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ ചാമ്പ്യൻസ് ലീഗ്, വിമൻസ് ചാമ്പ്യൻസ് ലീഗ് അഗൈൻസ്റ്റ് PSG. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ടീംസ് ഓഫ് ദ പിച്ച് ആൻഡ് ഓൺ ദ പിച്ച്. കാരണം ഇഫ് യു ഗൈസ് റിമെമ്പർ, കഴിഞ്ഞ സീസണിൽ PSG-യിലെ ഒരു ഫോർവേഡ് വേറൊരു ഫോർവേഡിനെ ആളെ വിട്ട് തല്ലിച്ചു. അങ്ങനത്തെ കുറെ നല്ല മസാല റൂമേഴ്സ്, മസാല ന്യൂസ് ഒക്കെ വന്നൊരു ഒരു ടീമാണ്. അപ്പൊ അത് നാളെയാണ്. ആൻഡ് യു ക്യാൻ ഓൾ ക്യാച്ച് ദാറ്റ് ഓൺ യൂട്യൂബ്. ഡാസന്റെ ഒഫീഷ്യൽ ചാനലിൽ ലൈവ് ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ വിമൻസ് ടീം ആൻഡ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദ ബ്ലൂ ബോയ്സ് ഓഫ് വെസ്റ്റ് ലണ്ടൻ എപ്പിസോഡ്. എപ്പിസോഡിന്റെ പേര് ഒന്നുകൂടി പറയാമാണ്, ബിക്കോസ് ഇറ്റ്സ് സോ ലവ്ലി ടു see that. Graham Potter and the redemption of Arrizabalaga. And that's it. SK, take over. Thank you so much. ഞാൻ ഫ്രാങ്ക് ലാംപാർഡിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അജിത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സംഭവം ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡിലേക്ക് നോക്കിയത്. യെസ്, നമുക്ക് ആ തിരിച്ച് ആ പോയിന്റിലേക്ക് വരാം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഫ്രാങ്ക് ലാംപാർഡ് സ്റ്റാറ്റ്സ് ഹിയർ, ലുക്ക് അറ്റ് ദിസ് ഗൈ. അതായത് പുള്ളിക്കാരൻ 24 വയസ്സ് വരെ വലിയ പ്രൊലിഫിക് ആയിരുന്നില്ല. ഐ മീൻ ചെൽസിയിൽ 23-24. പിന്നീട് അവിടെ നിന്ന് ഒരു 10 വർഷം 25 തൊട്ട് 34 വയസ്സ് വരെ എമ്മാതിരി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കൺസിസ്റ്റൻസി. ആൻഡ് അവസാനത്തെ 3 സീസൺ ഇഞ്ചുറി റിഡിൽഡ് കുറച്ചൊക്കെ ആയിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ കുറഞ്ഞു. പക്ഷേ ദിസ് കൺസിസ്റ്റൻസി, സോ പ്രോബബ്ലി നമുക്കൊരു പ്രതീക്ഷ വെക്കാം മേസൺ മൗണ്ട് ആ ഒരു കൺസിസ്റ്റൻസി കാഴ്ചവെക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ. കമ്മിങ് ഓൺ ടു ദ ലൈനപ്പ്, pretty interesting. We have I think it's a back four: Azpilicueta, Chalobah, Koulibaly, Cucurella, Jorginho, Loftus-Cheek double pivot. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ 4-2-2-2 അല്ലെങ്കിൽ ഒരു 4-4-2. 4-2-3-1 ആവില്ല, കാരണം 3-1 ആവണമെന്നുണ്ടെങ്കിൽ മൗണ്ട്, ബ്രോയ, ഹാവേർട്സ്, മൗണ്ടും ഹാവേർട്സും വിങ്ങേഴ്സ് ആയിട്ട് കളിക്കേണ്ടി വരും. That's a possibility, this one challenge. പക്ഷേ we might expect a 4-4-2. ടോമിൽ നിന്ന് തുടങ്ങാം. What do you think? ഞാൻ ഇപ്പൊ പറയാൻ മുന്നായിരുന്നു, ഈ പോട്ടറിന്റെ ലൈനപ്പും ഫോർമേഷനൊക്കെ ഗസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഒരു കാര്യം ഉണ്ടാവില്ല. ആബ്സല്യൂട്ട്ലി ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഫൈനലി അർമാൻഡോ ബ്രോയ സ്റ്റാർട്ട്സ്. അതാണ് ഈ ഇതില് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഫൈനലി കഴിഞ്ഞ കളിയിൽ ഐ തിങ്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറെ നേരത്തെ ഇറക്കണ്ടായിരുന്നു. പക്ഷെ 80-85 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആളെ ഇറക്കിയത്. മേ ബി ഈ കളിയിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ബട്ട് ഫൈനലി അത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. അത് മാത്രമല്ല, കോണർ, മൗണ്ട്, ബ്രോയ ആൻഡ് നമ്മുടെ ചാലോവ 4 കോബാം ബോയ്സ് ആണ്. റീസെന്റ് ആണെന്ന് വെച്ചെങ്കിൽ ഈ സ്ട്രേറ്റ് ഇൻ ദ ലൈനപ്പ്. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വർഷത്തെ കോബാം ഇൻഫ്ലുവൻസ്. 5 മെയിൻ സ്റ്റാർട്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മളുടെ ടീമിൽ കോബാം എന്നുള്ള നമ്മുടെ അക്കാഡമി ബോയ്സ് ഉള്ളത്. അപ്പോ അത് കാണുമ്പോ തന്നെ ഞാൻ ആദ്യം പറയാറുള്ള പോലെ ആ ഒരു ഡിസ്റ്റൻസ് ഐ ഫെൽറ്റ് വിത്ത് ദ ക്ലബ് അതിപ്പോ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. സോ ഹാപ്പി ടു സീ കോണർ ആൻഡ് ബ്രോയ സ്റ്റാർട്ട് ഫോർ ചെൽസി. ജിത്തു, ലൈനപ്പ്? ചലബയുടെ പേര് കണ്ടപ്പോ തന്നെ ഒരു പകുതി സമാധാനമുണ്ട്. അതെ, കളി ജയിച്ച്. ഇത് ടോം പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ലൈനപ്പ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഞാൻ വിചാരിക്കണ പോലെ ഒന്നല്ല, നമ്മളാരും വിചാരിക്കണ പോലെയുള്ള പുള്ളി ലൈനപ്പ് ഇടുന്നതും പുള്ളിയുടെ ബാക്ക് 4 ആണോ ബാക്ക് 3 ആണോ ഒന്നും മനസ്സിലാവില്ല. ഈ ബ്രെൻഫോർഡിന്റെ മാനേജർ തന്നെ പ്രസ് മീറ്റിൽ നേരത്തെ പറഞ്ഞു പുള്ളിയുടെ ലൈനപ്പ് ആലോചിച്ചിട്ട് പുള്ളിക്ക് മനസ്സിലാവണല്ല എന്തിടും. ലൈക്ക് ഗെസ്സിങ് ഗെയിം ആണ് ഭയങ്കര. അത് ആക്ച്വലി നല്ലൊരു ഇതാണ്, നല്ല വേരിയേഷൻസും എല്ലാവർക്കും ചാൻസും കിട്ടും. അങ്ങനെ ഒരു ഇതാണ് ആക്ച്വലി നല്ലതാണ് സംഭവം. പക്ഷെ ഈ ഒരു ലൈനപ്പ് ഞാൻ ബ്രോജർ സ്റ്റാർട്ട് ചെയ്യൽ ഹാപ്പിയാണ്. പക്ഷെ ഒബമാങ്ങിന് ഈ ഒരു കുറച്ച് സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഈ ഗെയിം എന്ന് വിചാരിക്കണം. കാരണം ബ്രെൻഫോർഡ് ലേറ്റർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് വരുമായിരിക്കും. ഹാവെർട്സ് എന്താണെന്ന് മനസ്സിലാവുള്ള. ഇപ്പൊ 2 ഗെയിമായിട്ട് ഭയങ്കര ഓഫ് കളേഴ്സ് ആണ് പുള്ളി. പിന്നെ ബാക്കിയുള്ള അതിനപ്പോ ലൈക്ക് പ്രിറ്റി ഒബ്വിയസ്. തിയാഗോ സിൽവക്ക് റെസ്റ്റ് വേണം എന്തായാലും, ഇല്ലെങ്കിൽ പുള്ളിനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അടുത്ത കളി ഭയങ്കര ഇമ്പോർട്ടന്റ് ആവും. അജിത്തിലേക്ക് വരാം. പക്ഷെ ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ഇത് ശരിക്കും ജെനുവിൻ പേര് തന്നെയാണോ? ഫത്ത അലി ടിപ്പു സുൽത്താൻ ശരിക്കുള്ള പേര് തന്നെയാ. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് 4-2-3-1. പക്ഷെ എനിക്കിപ്പോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തോ വാശിക്ക് പറഞ്ഞാണ് ബാക്ക് 4 ആണ് മറ്റാണ് മറിച്ചാണെന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4-2-3-1 ഫ്രണ്ട് 3 വെക്കാൻ വേണ്ടിയിട്ട് മൗണ്ടും കായ് ഹാവർട്സിനെ പിടിച്ച് ഫ്രണ്ട് 3 വിങ്ങേഴ്സ് ആയിട്ട് ഇടുന്നതിൽ കാര്യമില്ല. ആൻഡ് കഴിഞ്ഞ ഒരു കളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് പോർട്ടർ വാണ്ട്സ് ടു പ്ലേ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് ആസ് എ റൈറ്റ് വിങ് ബാക്ക്. അജിത്? I think so. Same. കാരണം RLC when he plays in that right wing back position എന്തോ ഒരു റെസ്ട്രിക്ഷൻ വരുന്ന പോലെ, ലൈക്ക് ഹീസ് നോട്ട് റീസ് കയറി പോകുന്ന പോലെ ഒരു സ്മൂത്ത്നെസ് റൂബന് കാണിക്കുന്നില്ല. സോ ഐ ഫീൽ കുറച്ചുകൂടി മിഡ്ഫീൽഡ് ഒരു ഫ്രീ റോൾ ആയിരിക്കും റൂബന്. ആൻഡ് ഈവൻ കോർണർ, ഇതാണ് പ്രശ്നം. നമുക്ക് മിഡ്ഫീൽഡ് ആരാണ് മെയിൻ പ്ലേയേഴ്സ്, ലൈക്ക് ജോർജിനോ വിൽ ബി ദേർ ഫോർ ഷുവർ. അതിന്റെ കൂടെ കോർണർ ഈസ് ഈ പ്ലേയിങ് കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ടാണോ കളിക്കുന്നത്, അത് മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്തിട്ടാണോ കളിക്കുന്നത്? പിന്നെ മൗണ്ടിന്റെ ഇപ്പോഴത്തെ ലൈക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഏത് പൊസിഷനിലാണ് മൗണ്ട് ഈ സീസണിലെ ലാസ്റ്റ് പോർട്ടറിന്റെ അടിയിൽ കളിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ഐ ഫീൽ ലൈക്ക് കുറച്ച് അൺപ്രഡിക്റ്റബിലിറ്റി ഈസ് ഗോയിങ് ടു ടേക്ക് ബ്രെൻഫോർഡ് ബൈ സർപ്രൈസ്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ ബാക്ക് 4 ആവാനാണ് ചാൻസ്. ലൈക്ക് വിത്ത് ദ ബോൾ വിൽ ഡെഫിനറ്റ്ലി ബി ബാക്ക് 4. വിത്തൗട്ട് ദ ബോൾ ഒരു ബാക്ക് 3 ആവാൻ ഒരു സാധ്യത ഉണ്ട്. ആൻഡ് yeah, because Brentford എപ്പോഴും I think they are constantly playing in back 5 formation, so maybe we will look to match that. And Tom ഇടയ്ക്ക് പറയണ്ടായിരുന്നു ഇവിടെ RLC നമ്മുടെ കോമൺ പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. മറന്നുപോയി. അപ്പൊ 5 പേരായി. അതെ, 5 പേരായി ഓൾറെഡി കോമൺ പ്രൊഡക്റ്റ് ആയിട്ട്. ഗിരീഷ്, നമ്മുടെ കായ് ഹാവർട്സിന്റെ ഫോം ഈസ് ഇറ്റ് എ കൺസേൺ? ബിഗ് ടൈം കൺസേൺ ആണ്. പക്ഷെ ഫോം ഔട്ട് അയാള് ഫോമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഹി ഹാസ് ടു ബി പ്ലേഡ്. അല്ലാണ്ട് ട്രെയിനിങ് നല്ലോണം കളിക്കുമായിരിക്കും, പക്ഷെ ഹി വോണ്ട് നോ ഇഫ് ഹി ഈസ് ബാക്ക് ഇൻ ഫോം അൺടിൽ ഹി പ്ലേസ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ആൻഡ് ഹോപ്പ്ഫുള്ളി ഹി പ്രൂവ്സ് ഇറ്റ്. പക്ഷെ കഴിഞ്ഞ 2-3 കളിയെ നോക്കുമ്പോൾ യെസ്, ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പക്ഷെ ദർ ഹാസ് ബീൻ സം സോർട്ട് ഓഫ് എൻ ഇംപ്രൂവ്മെന്റ് ഐ വുഡ് സേ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ദാറ്റ് ആ ഒരു പോയിന്റ് ദാറ്റ് ലീഡ്സ് ടു him coming back to form. അതൊരു എല്ലാ കളി whenever Havertz നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. Like this is the game he's going to come out. This is the game he's going to come out. And I hope again as usual that this is the game he's going to come out again. And അങ്ങനെ നടന്നാൽ നല്ല, it is going to be great for the squad. നമ്മുടെ ഒരു സ്ക്വാഡിന്റെ ഡെപ്ത് ശരിക്കും we be more and more confident about squad. നമ്മളിപ്പോ ഡിഫൻസിനും പ്രശ്നം അതായിരുന്നല്ലോ. നമ്മുടെ എന്താണ് ഫൊഫാന പോയ തിയാഗോ സിൽവ, but still we have a good defense to sort of hold up the back line. അങ്ങനെ നോക്കട്ടെ അറ്റാക്കിലും റൈറ്റ് നൗ ഇഫ് യു ആർ ലൈക്ക് മൗണ്ട് ഇസ് നോട്ട് ദെയർ വി ആർ ഗോയിങ് ടു വറി അബൌട്ട് തിങ്സ്. ഇങ്ങനെ പല ആൾക്കാർ ഫോമിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ ഫോർ യുനോ ഫേസിങ് എനി ടീം. സോ ഐ ഹോപ്പ് ലൈക്ക് ദിസ് ഇസ് ദ സ്റ്റാർട്ട് ഓഫ് ദാറ്റ്. Right. And also one more thing, like okay, go ahead. Sorry. No, continue. അല്ല, ബേസിക്കലി പറഞ്ഞാല് ലൈക്ക് ദിസ് ഇസ് എ ഗെയിം ഐ ആക്ച്വലി വെരി സ്കെയർഡ് ഓഫ്. നമ്മുടെ ബ്രെൻഫോർഡ് കഴിഞ്ഞ സീസണ് ഉള്ള ഫിക്സ്റ്റേഴ്സ് വളരെ മോശമായിരുന്നു. I remember first game was like our Aston Villa game. നമ്മള് we are playing horribly and then we somehow won. And then second match I think we lost. അങ്ങനെ lost or draw, one of them happened. Lost. ഫസ്റ്റ് കളിയിൽ ഞാൻ പറയാം,
ഐ തിങ്ക് മെൻഡി മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ബ്രെഡ്ഫോർഡ് ഭയങ്കര എന്തൊക്കെയോ കാണിച്ച് നമ്മളെ കളി ജയിച്ച്. രണ്ടാമത്തെ കളി ഐ റിമെമ്പർ റൂഡിഗർ സ്ക്രീമർ. ഫൈനലി റൂഡിഗർ ഗോൾ അടിച്ച കളിയില് നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ എന്തോ മയക്കി കുലുക്കി എല്ലാം പ്രശ്നത്തിലായി. അവർ 4-1 എന്തോ പറഞ്ഞ കളി തോറ്റ്. 4-1 ആ 20 മിനിറ്റ് കൊണ്ട് കളി അങ്ങ് അവന്മാര് കൊണ്ടുപോയി. അതായിരുന്നു കഴിഞ്ഞ സീസണിന് മുമ്പ്. അപ്പൊ അങ്ങനെ പോലത്തെ ടീമാണ്. ഞാനിപ്പോ കഴിഞ്ഞ സീസണിന്റെ ഇത് നോക്കുന്നത്, ബ്രൈറ്റൺ വേഴ്സസ് ബ്രെൻഫോർഡ് കളി നോക്കുമായിരുന്നു. അതിലും 2 കളിയും ബ്രെൻഫോർഡ് ജയിച്ചിരിക്കുന്നു. സോ അത് ഇറ്റ് വാസ് എ 2-0 and a 1-0 ഗെയിം, ആൻഡ് for all the goals scored by Ivan Toney. So അങ്ങനെ പോലത്തെ ഒരു like that worries me a lot. I hope that is changed by Potter with a better team. പക്ഷെ അതൊരു അണ്ടർലൈൻ ഫിയർ ഉണ്ട് എൻ്റെ ഒരു ഇതിൽ. പുളിസിക്കിന് എന്ത് പറ്റി? പോട്ടർ ലൈനപ്പിൽ കറക്കി കളിക്കുവാണോ? ഐ തിങ്ക് ഈസ് നോട്ട് ഇംപ്രസിംഗ് ഇൻ ദി എൻറ്റയർ എന്താ പറയുന്നത് ട്രെയിനിങ് ഗ്രൗണ്ട്. ടോം, ഐ തിങ്ക് പ്രസ് കോൺഫറൻസിൽ പുളിസിക്കിനെയും സിഎച്ചിനെയും സക്കറിയനെയൊക്കെ പറ്റി സംസാരിച്ചായിരുന്നു. സക്കറിയ ഇതിലുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ഐ കാൺട്ട് ഫൈൻഡ് സിഎച്ച് ബെഞ്ചിലുണ്ടോ? എന്നാ കുഴപ്പമില്ല, കാരണം അവരെ രണ്ടുപേരെ ഇറക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ മേ ബി നമുക്ക് കാണാൻ പറ്റും, കണ്ടേ പറ്റൂ. കാരണം ഈ മൗണ്ടൊക്കെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി കളിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് വി ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് ഗെയിം കമ്മിങ് അപ്പ് അഗൈൻസ്റ്റ് യുണൈറ്റഡ്. അവർ നമ്മുടെ തൊട്ട് പുറയിലാണ്. നമ്മൾ ആ ഒരു കാര്യം മറക്കരുത്. നമ്മളിപ്പോൾ ആർസണലിനെ പിടിക്കണം, സിറ്റിനെ പിടിക്കണം, സ്പേഴ്സിനെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറയിൽ യുണൈറ്റഡ് ഉണ്ട്. ഐ തിങ്ക് ദേ ആർ ഓൺലി 2 points 3 points എന്തോ ബാക്ക് അല്ലേ. അപ്പോ തൊട്ട് പുറയിലാണ്. അപ്പോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ആൻഡ് അവന്മാരായിട്ട് ജയിച്ചിട്ട് കുറച്ചധികം നാളായി. ആ കളി എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കഴിഞ്ഞാലേ ഒരു സുഖമുള്ളൂ. ഒരുപാട് സീസൺ, എന്തോ 4 സീസൺ എന്തോ തോന്നുന്നു യുണൈറ്റഡ് ആയിട്ട് പ്രീമിയർ ലീഗിൽ ജയിച്ചിട്ട്. അപ്പോ it's been a long time coming. ഒരു സെക്കൻഡ്, ഇത് പറയുന്നുണ്ട് yesterday Lamptey was good while attacking, we should have kept him as a backup. അതെ, പട്ടിക്കുട്ടിയല്ല നമുക്ക് വെക്കാൻ വേണ്ടിയായിട്ട്. അവന്മാർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അവനായിട്ട് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് we left him. We can't hold people against their will. ജയിലല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവൻ നിൽക്കണ്ടേ. ഇപ്പൊ ബ്രോജനെ പിടിച്ച് നിർത്തി തന്നെ വലിയൊരു കാര്യമാണ്. സംവെയർ ഡൗൺ ദ ലൈൻ എന്തൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് ദാറ്റ് ബ്രോയ സ്റ്റിൽ റിമെയിൻസ്. ആൾക്കാർക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ അവന് ബ്രോജ തന്നെ നിൽക്കാൻ താല്പര്യം വെച്ചിട്ട് തന്നെയാണ് ഈ സൈൻ ദ കോൺട്രാക്ട്. അതെ, ഞാൻ പറഞ്ഞത് ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ ബ്രോജയ്ക്കും താല്പര്യം ഉണ്ടാവില്ല, ഈ പറയുന്ന പോലെ ലാംപ്റ്റിക്കും താല്പര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും റെഗുലർ ഗെയിം ടൈം കിട്ടണം എന്നുള്ള പേരിലാണല്ലോ, അല്ലാണ്ട് നമുക്ക് ആഗ്രഹമില്ലാത്തതാണോ? അന്നാകുമ്പോൾ നമുക്ക് ഡൂഷോൺ ജോർലിംഗ് ഉണ്ട്, ലിവർമെന്റും ഉണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കും അങ്ങനെ ബാക്കപ്പായിട്ട് നിൽക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് വേണ്ടേ? അപ്പോ അതൊരു പോസിബിലിറ്റി. അജിത്ത് എന്ന് പറയാൻ വന്നായിരുന്നു കുറച്ചു നേരത്തെ മുമ്പ്. അല്ല, ഇതിനെ പറ്റി അതന്നെ ലൈക്ക് വി കനോട്ട് ലൈക്ക് എനിക്ക് മനസ്സിലാകാതെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ചെൽസി ഫാൻസിന് ഇതിനെ നേരം ഉണ്ടാവുള്ളൂ. എത്ര പ്ലേയേഴ്സിനെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇപ്പൊ മാർക്ക് ഗോയി ഈസ് പ്ലേയിങ് ബ്രില്യന്റ്ലി ഇൻ ക്രിസ്റ്റൽ പാലസ്. പക്ഷെ ക്യാപ്റ്റൻ ലൈക്ക് ഇഫ് ഹി ഹാഡ് സ്റ്റേഡ് ഇൻ ചെൽസി മേ ബി ചിലപ്പോ ഇപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഇപ്പോ ഹി ആസ്ക്ഡ് ദ ക്ലബ്, എനിക്ക് പോയി കളിക്കണം, എനിക്ക് എന്റെ കരിയർ ബിൽഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ക്ലബ് കനോട്ട് ബി ലൈക്ക് ഇല്ല നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസന്റ് മേക്ക് സെൻസ്. സോ വി ഷുഡ് നോട്ട് സീ ഫുട്ബോളേഴ്സ് ആസ് അക്കാഡമി പ്രോഡക്ട്സ്. വി ഷുഡ് സീ them as footballers itself who have aspirations, who want to build a career. അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി വി കനോട്ട് ലൈക്ക് നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനെ നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. പക്ഷെ ഇഫ് വി കാൺട്ട് വി ഹാവ് ടു ലെറ്റ് them go. ജിത്തു, ഒമാരി ഹച്ചിൻസനെ കുറിച്ച് കുറെ വാർത്തകളൊക്കെ കേൾക്കുന്നു. ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് കണ്ടപ്പോ അപ്പൊ ഫസ്റ്റ് മിനിറ്റ് തന്നെ പുള്ളിയുടെ ഒരു മിസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ലൈക്ക് അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ഭയങ്കര മെച്ചോർഡ് പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് ഡ്രിബിളിംഗ് ഒക്കെ ഭയങ്കര സ്ലിക്കി ഡ്രിബിളിംഗ്. അത്ര കാരണം ഇത്ര റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ്സ് കണ്ടത്. അപ്പൊ ലൈക്ക് ലോങ് ഹൈലൈറ്റ്സ് തന്നെ കണ്ടത്. അപ്പൊ മറ്റേ ടീമും അത്യാവശ്യം നന്നായിട്ട് കളിച്ചത്, ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹച്ചിൻസന്റെ കളി എന്ന് പറയുമ്പോൾ ലൈക്ക് ആ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിയുടെ ഗോള് അടിപൊളിയായിരുന്നു. ഗോള്
അപ്പാർട്ട് ഫ്രം ദറ്റ് ഗോൾ ഈ അസിസ്റ്റും ഡ്രിബ്ലിങ്ങും മൂവ്മെന്റ്സ് ഒക്കെ ലൈക്ക് വെരി വെരി മെച്ചുവർഡ്. ലൈക്ക് ഇൻ എ ഇയർ ഓൾസോ ഒരു ഫസ്റ്റ് ടീമിലേക്ക് വരാനുള്ളൊരു ചാൻസ് എന്തായാലും ഞാൻ കാണും. അതിന് മുമ്പ് എന്തായാലും വരും. എന്നാലും അങ്ങനെ ഒരു മെച്ചുവർഡ് പെർഫോമൻസ് ആണ് അങ്ങനെ ഒരു യങ് ടാലന്റിൽ കണ്ടത്. കാരണം ഇത്രയും പ്രതീക്ഷയില്ല ആക്ച്വലി. അതുപോലെ തന്നെ ടോം, നമുക്ക് വേറൊരുത്തരുണ്ട് ബെഞ്ചിൽ, ചുക്വമെക്ക, സക്കറിയ. ചുക്കുമൊക്കെയും സക്കറിയനെ ഒന്നും ഒരു ബ്രാക്കറ്റിൽ ഇടരുത്. ഐ മീൻ ഈ പറഞ്ഞ നമ്മുടെ ബോലിയൻകോ വന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ ഒരു പ്രയോറിറ്റി ആയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു ഈ ചുക്കുമൊക്ക, ചെസാറെ കാസിഡായി, ഒമാരി ഹച്ചിൻസൺ, അതേപോലെ അത് നെക്സ്റ്റ് ബാച്ച് ഓഫ് കോബം കിഡ്സ്. കാരണം ഇപ്പൊ ഐ തിങ്ക് ലാസ്റ്റ് വന്നത് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കണ ആ ഒരു ഇതാണ് മൗണ്ട്, ഈ ചാലോബ അല്ലെങ്കിൽ ബ്രോയ. അവര് ദേ ആർ എൻറ്ററിങ് ദെയർ മെച്യൂർ ഇയേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു പീക്ക് ഹിറ്റ് ചെയ്യേണ്ട ഒരു സമയം എത്തിക്കൊണ്ടിരിക്കണം പതുക്കെ. അപ്പോഴേക്കും അടുത്ത പുഷ് താഴെ നിന്ന് തന്നെ വരണം. അവർക്ക് അക്കാഡമി എന്തായാലും വളർത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടിട്ടാണ് നല്ല പൈസ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ ചെസാറെ കാസിഡേനെയും ഹച്ചിൻസൺ ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ഹി വാസ് ഹൈലി റിലേറ്റഡ് ആർസണലിൽ നിന്നൊക്കെ നല്ല. ആൻഡ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഹച്ചിൻസൺ വുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഫോർ ആർസണൽ ഓൾറെഡി, മേ ബി അവിടെ ആയിരുന്നെങ്കിൽ. കാരണം അവിടെ ചെൽസിനേലും കൂടുതൽ ഇംഗ്ലീഷ് യങ്സ്റ്റേഴ്സിന് നല്ലോണം ചാൻസ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ he might have already had a Premier League debut അവിടെ ആയിരുന്നെങ്കിൽ. സോ എക്സൈറ്റഡ്, കാരണം അടുത്തൊരു ക്രോപ്പ് വരേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ കളിയിൽ ഐ റിമെമ്പർ വി ഹാഡ് 4 players in the starting lineup who were above 30 years old. അപ്പോ ആർസണലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ 25 താഴെ എന്തോ അല്ല അവരുടെ ആവറേജ് ഏജ്. അത് വെച്ചിട്ട് പ്രീമിയർ ലീഗ് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ജനറൽ ഡയറക്ഷൻ ഇസ് ഓൾവേസ് ടുവേർഡ്സ് ദാറ്റ് 25-year-old സ്ക്വാഡ് ഏജ്. നമ്മളെ കഴിഞ്ഞ ലൈനപ്പ് ഇങ്ങനെ പോയാൽ നമ്മള് ബുക്കയോ സാക്കയ്ക്ക് വേണ്ടിയുടെ പുറകെ നടക്കണം. നമ്മള് നന്നാവില്ല. നടക്കട്ടെ, നല്ലല്ലേ. ഇൻ ദ മീൻ ടൈം ഗൈസ്, ഒരു ചെറിയൊരു അനൗൺസ്മെന്റ്. ഇത് നമുക്ക് ബാധിക്കുന്നതല്ല. സോ ദർ സംതിങ് കോൾഡ് കെഫ് ചാമ്പ്യൻഷിപ്പ്. യൂറോപ്പിൽ നടക്കുന്ന കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെസ്റ്റ് ആണ്. അതായത് നമ്മുടെ നാട്ടുകാർ ഈവൻ യൂറോപ്പിൽ പോലും ഇത് മാൾട്ടയിൽ വെച്ച് നടത്തുന്നുണ്ട്. സോ അഗൈൻ ഇറ്റ്സ് എ EU പ്രൊജക്റ്റും കൂടെ തന്നെയാണ്. മാൾട്ട, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട്. ആഹാ, ടിൻഡർ. ഓ എന്റെ ആസ്പിന്റെ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, മിക്കവാറും ആസ്പിന്റെ ഫേക്ക് അക്കൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ കെഫ് ചാമ്പ്യൻഷിപ്പിന്റെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയ ഇൻഫർമേഷൻ. ഇത് നമ്മുടെ ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉദാഹരണത്തിന് നമ്മുടെ ബിപിൻ ബ്രോ ഇതിൽ വലിയൊരു ഭാഗം കൂടെയാണ്, ഒരു അംഗം കൂടെയാണ് എന്നുള്ളൊരു കാര്യം വേണ്ടിയായിട്ട്. സോ എന്തൊക്കെയാണ് അവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. So coming back, Sterling has been very impressed with Hutchinson. Ajit, again, Hutchinson, Chukwuemeka, overhyped, underhyped? What do you think? Alla, too soon to say. Endo overhype. They have not played for Chelsea yet. So yeah, like ആ കഴിഞ്ഞൊരു ഗോൾ കിടിലൻ ഗോളായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അത് തന്നെ ബ്രോയ അറ്റ്ലീസ്റ്റ് ഒരു 10 കളിയെങ്കിലും കളിക്കണം നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട്. പക്ഷെ കൈ ഹാവർട്സ് ഒരു 70 കളി കളിച്ചിട്ടുണ്ട്. എന്നിട്ട് വി ഹാവ് വാട്ട് വി ഹാവ് ഒപ്പീനിയൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പ്ലേയേഴ്സ് പ്രോബബ്ലി ദേ മൈറ്റ് ഗെറ്റ് ചാൻസ്. എനിക്ക് ചുക്കുമക്കയുടെ കാര്യത്തിൽ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് പോർട്ടർ വിൽ ഗിവ് ഹിം എ ഡെബ്യൂ വെരി സൂൺ. കാരണം മിഡ്ഫീൽഡിലെ ഒരു ഏരിയയിൽ നമുക്കറിയാലോ കാണ്ടയുടെ അഭാവം. വി ആർ എ മിഡ്ഫീൽഡർ ഷോർട്ട് ആൻഡ് കോവസിച്ച് ആൻഡ് ജോർജിനോ ആർ ദ മെയിൻ മേജർ മിഡ്ഫീൽഡേഴ്സ് അവിടെ. അങ്ങനെ നോക്കുമ്പോൾ പ്രോബബ്ലി ഒരു ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അഗൈൻ ടു ഏർലി ടു ജഡ്ജ് ആൻഡ് വി ഷുഡ് ജസ്റ്റ് ലെറ്റ് ദം ബി. ഇത് അവരുടെ ഫസ്റ്റ് സീസൺ ആണ്, അവർ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ദർ യങ്സ്റ്റേഴ്സ്, പ്രഷർ ഇല്ല. ലെറ്റ് ദം ജസ്റ്റ് പ്ലേ ദർ നാച്ചുറൽ ഗെയിം വെൻ ദേ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി. ബോൾ സപ്ലൈ മോശമാണ് ശരിക്കും. എനിക്ക് കുറിച്ച് പറയാനുണ്ട് ഗിരീഷ്. നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല ബോള്. ഈവൻ സ്റ്റേർലിംഗ് ലുക്ഡ്, once he was a winger last game, balls I mean Sterling looked totally out of form. അത് വേറൊരു കാര്യം. ഈവൻ ഒബാമയാങ്ങിന് പോലും ബോൾ കിട്ടുന്നില്ല. വാട്ട് ഈസ് ഇഷ്യൂ there? ശരിക്കും ഒബാമയാങ്ങിന് ആക്ച്വലി ഗോൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കളി വെച്ച് നോക്കുകയാണെങ്കിൽ വി ഷുഡ് നോട്ട് കൺസിഡർ ദ പ്രീവിയസ് ഗെയിം ഇൻ ടേംസ് ഓഫ് അവർ സ്റ്റൈൽ ഓഫ് പ്ലേ. നമ്മൾ കഴിഞ്ഞ കളി
എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലും we were not even able to execute it properly. We were completely outclassed by Aston Villa. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അതിന് മുമ്പത്തെ കളിയിലൊക്കെ നോക്കിയാൽ we are creating chances way more than what we are under tuition. അറ്റ്ലീസ്റ്റ് നമ്മളെ ഒരു ഡയറക്റ്റ് പാസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അതൊരു പോസിറ്റീവ് ഒരു സാധനമാണ്. പക്ഷെ in terms of creating chance and providing it to Broha, again നമ്മളിപ്പോ ഒരു 5 കളി ആയിട്ടുള്ള പോട്ടറിന്റെ അണ്ടറിൽ. സോ at least from early signs നമ്മൾ കുറച്ച് ഫോർവേഡ് പാസിംഗ് ചെയ്യേണ്ട. അപ്പോൾ that would in turn make more chances to the striker. അതാണ് എൻ്റെ ഒരു ഗട്ട് ഫീൽ. ആൻഡ് അങ്ങനെ നോക്കുവാണെങ്കിൽ like I think we should just wait out for some more time to decide on this, because I think that's going to change soon. നമ്മൾ at least stats show we are creating more than what we are under Tuchel. സ്റ്റേർലിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാണ്ടായിരുന്നു. ലൈക്ക് ഹീസ് ബീൻ വെരി ഡിസപ്പോയിന്റിങ്. നമ്മള് സിറ്റിയിൽ കാണുന്ന ലൈക്ക് കമ്പയർ ചെയ്യുമ്പോൾ സിറ്റിയിൽ കാണുന്ന അത്രയും അറ്റാക്കിംഗ് ഇൻപുട്ട്, ലൈക്ക് മേക്കിംഗ് ദ റൺസ് പ്രസ്സിങ്ങിലൊക്കെ ടോപ്പാണ് സ്റ്റേർലിംഗ്. പക്ഷേ മേക്കിംഗ് ദ റൈറ്റ് പാസ് ഇൻ ദ ഫൈനൽ തേർഡ് ഓർ ടേക്കിംഗ് ദ ഷോട്ട് വെൻ ഇറ്റ് ഇസ് നീഡഡ്, ആ കാര്യത്തിൽ കുറച്ചൊരു പിന്നാക്കം തന്നെയാണെന്ന് പറയണം. അറ്റ്ലീസ്റ്റ് യാ ഡെഫിനറ്റ്ലി സിറ്റിയിൽ കുറച്ചുകൂടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഷോട്ട് മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് സ്റ്റേർലിംഗ് ഈ കാര്യത്തിൽ കുറച്ച് ലൈക്ക് ഐ ഹവ് സീൻ ഹിം പ്ലേ ഫോർ ഇംഗ്ലണ്ട് ഓൾസോ, ഇംഗ്ലണ്ട് ഫാൻ ആയതുകൊണ്ട് ഈ കാര്യത്തിൽ ഹാരി കെയ്ന് പലപ്പോഴും പുള്ളി ബോൾ കൊടുക്കാറില്ല. ആ ഒരു സിറ്റുവേഷൻ ലൈക്ക് ടു ഏർലി ടു ജഡ്ജ് അഗെയിൻ, കാരണം അധികം കളി ആയിട്ടില്ല. പക്ഷെ എന്നാലും സ്റ്റേർലിംഗ് ഹാസ് ടു ഇംപ്രൂവ് ഓൺ ദാറ്റ്. കാരണം കുറച്ച് സെൽഫ്ലെസ് കളി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ലൈക്ക് നമ്പേഴ്സ് എന്തായാലും വരും. കാരണം അത്രയും ടാലന്റ് അത്രയും സ്കില്ലുണ്ട് സ്റ്റേർലിംഗിന്, എക്സ്പീരിയൻസും ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, ടാലന്റും സ്കില്ലും ബുദ്ധിയില്ലാത്ത വേറൊരു പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ ആണ് അഡാമ ട്രയോറെ. ഞാൻ ആ വുൾഫ്സിന്റെ കളി മുഴുവൻ ഇരുന്ന് കണ്ടു. ആർക്ക് വേണ്ടി? ഡ്രോഗ്ബയ്ക്ക് വേണ്ടി. എനിക്കൊരു സംശയമുണ്ട് ഡ്രോഗ്ബ അവനെ കത്തി വെച്ച് കുത്തി കൊല്ലുന്നുള്ളത്. കാരണം കോസ്റ്റ് എന്തോരം ഓർഡർ ചെയ്യുന്നറിയോ? ആ ചെങ്ങാതിയാണെങ്കിൽ ഡ്രിബിൾ ചെയ്ത് എങ്ങോട്ടൊക്കെ കൂടി ഒരു തലയ്ക്കകത്ത് ആൾ താമസം ഇല്ലാത്ത ഒരു മനുഷ്യൻ. അഡാമ ട്രയോറേനെ ഒന്ന് ചെൽസിന് സൈൻ ചെയ്തിരുന്നോ എന്റെ ആഗ്രഹം. കേട്ടോ, ഗോള് ഞാൻ കണ്ടിരുന്നു, നല്ല കളിയായിരുന്നു, ഭയങ്കര എൻഡ് എൻഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാനും ഈ പറഞ്ഞ പോലെ കോസ്റ്റക്ക് വേണ്ടിയിട്ട് കളി കണ്ടു. ആൻഡ് ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് അനദർ പ്ലെയർ, മാത്യൂസ് ന്യൂനസ്. അവൻ കൊള്ളാട്ടോ. അവൻ ചെൽസിയായിട്ടുള്ള കളിയിലും ഇച്ചിരി ഒന്ന് വെള്ളം കുടിപ്പിച്ചായിരുന്നു. പക്ഷെ ഇന്നലത്തെ കളിയിൽ അവൻ വൻ സീനായിരുന്നു. അവന് ഒരൊറ്റ കാര്യം മിസ് ചെയ്യണുള്ളൂ, അവൻ ഇടക്ക് ആ പാസ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു എക്സ്ട്രാ ടച്ചും കൂടി എടുക്കും. കോസ്റ്റക്ക് ഇന്നലെ ഒരു 2 ഗോൾ അടിക്കാനുള്ള ഒരു സംഭവം അവനായിട്ട് കളഞ്ഞായിരുന്നു. കാരണം ആ റിലീസ് ചെയ്യേണ്ട സമയത്ത് കൊടുക്കുന്നുണ്ടായില്ല. ആൻഡ് സ്ട്രേഞ്ച്ലി ഇനഫ് കോസ്റ്റ ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു പ്രൈം കോസ്റ്റ ലെവൽ എന്ന് എനിക്ക് ഇന്നലത്തെ കളി കണ്ടിട്ട് തോന്നിയായിരുന്നു. കാരണം ആ ഒരു ഫൈനൽ ബോൾ മാത്രം മിസ്സിംഗ് ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം. ലൈക്ക് അഗ്രഷൻ ആൻഡ് ആ ന്യൂനസ് ഒരു പ്രാവശ്യം ആ ഒരു പാസ് മിസ്സായിട്ട് അവനൊരു 10 മിനിറ്റ് പുറകെ കിടന്ന് തെറി പറയണായിരുന്നു. നീ എന്താ വരാഞ്ഞ് ഞാൻ ഓർഡർ കണ്ടില്ലേ? അത് നമ്മുടെ കമന്റേറ്റർ പറയുകയും ചെയ്തു, അവന് കിട്ടും. എന്നിട്ട് ഓരോ പ്രാവശ്യം ബോള് പുറത്തു പോകുമ്പോ ഔട്ടോ അല്ലെങ്കിൽ ത്രോ ഫൗളോ പോകുമ്പോഴത്തേക്കും ക്യാമറമാൻ അപ്പത്തിന് എന്ത് കണ്ടില്ലേ നീ? ബാഡ് ബോയ് വൈബ്സ് തന്നെ. ചില ആൾക്കാർക്ക് ഒരു വ്യത്യാസം ഇല്ലാന്ന് പറയണ പോലെ. കോസ്റ്റ മാൻ, ഇങ്ങനെ വല്ല സ്ട്രൈക്കർ വരേണ്ടി വരും നമ്മള് പാസ് കൊടുക്കാനായിട്ട്, അല്ലാതെ തെറി വിളിക്കാതെ പാസ് കൊടുക്കില്ല. അല്ല, ആ ഒരു പക്ഷെ റൂബൻ ലോഫ്റ്റസ്-ചീക്കിന്റെ ഒരു അടിപൊളി പാസ് ഉണ്ടായിരുന്നു ഒബാമയാങ്ങിന്, പുള്ളിക്കാരൻ കൺട്രോൾ ചെയ്തില്ല. ഞാൻ പറയാൻ വന്നാണ്, ലോഫ്റ്റസ്-ചീക്ക് കഴിഞ്ഞ കളിയില് ഞാൻ സ്ക്രീനിങ്ങിൽ നിന്ന് എണീറ്റ് ഓടിക്കളഞ്ഞു. ഒരുമാതിരി എനിക്ക് ദേഷ്യം കയറിയിട്ട്. അതായത് ലാസ്റ്റ് വി വിൽ വിന്നിങ് ദ ഗെയിം 2-0 ബ്രോയ വന്നതിന് ശേഷമായിരുന്നു. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ലോഫ്റ്റസ്-ചീക്കിന് ബോൾ ഒരു മിഡിലിൽ നിന്ന് ബ്രേക്ക് കിട്ടി, സൂപ്പർ ഓട്ടം. അതായത് പുള്ളിയുടെ പെർഫെക്റ്റ് പ്ലേ എന്താന്ന് വെച്ചാൽ നടുക്കൂടി ജെറ്റ് ഇടുക, നല്ല സ്പീഡിൽ നല്ല സ്ട്രെങ്ത് ഉപയോഗിച്ച് 2 പേരെ ബീറ്റ് ചെയ്ത് പോയി നല്ലൊരു ആ ഒരു ഹാഫ് സ്പേസിൽ ഷോട്ട് എടുക്കാൻ പറ്റിയ സ്ഥലത്തുനിന്ന് ഒന്നും നോക്കിയില്ല. മുമ്പിൽ ആരാണ്, ഞാൻ ഗോൾ അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഷോട്ട് എടുത്ത് നോക്കിയാലോ. ഐ മീൻ വി ആർ വിന്നിങ് 2-0, ഇറ്റ്സ് ഓൺലി ലൈക്ക് സെക്കൻഡ്സ് ലെഫ്റ്റ്. എന്നിട്ട് മച്ചാൻ സൈഡിലേക്ക് നൈസായിട്ടൊരു സേഫ് ഒരു സാധനം ഇപ്പുറം സൈഡിലേക്ക്. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഇവനെ പറ്റിയിട്ട് നമ്മുടെ അത്ലറ്റിക്കിന്റെ പോഡ്കാസ്റ്റ് ആരൊക്കെ കേൾക്കേണ്ടത്, സാം പാർക്കിൻ എന്ന് പറഞ്ഞു, നമ്മളുടെ ഒരു എക്സ് ചെൽസി അക്കാഡമി ഗ്രാജുവേറ്റ് ഉണ്ട്.
പുള്ളി ചെൽസി അക്കാഡമി ബോയ്സിനെ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ലോഫ്റ്റസ്-ചീക്ക് കളിക്കണ കാണുന്ന ഏറ്റവും ഇഷ്ടം, പക്ഷേ ലോഫ്റ്റസ്-ചീക്ക് കളിക്കണ കാണുന്ന എനിക്ക് ഏറ്റവും ദേഷ്യം. 2 എക്സ്ട്രീംസ് തരുന്ന ഒരു പ്ലെയറാണ്. കാരണം ഇവൻ ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും, അവസാനം പോയിട്ട് എന്തൊക്കെയും കാണിക്കും. ആ ഷോട്ടസ് അറ്റംപ്റ്റ് ഇറ്റ്നോ, കാരണം നമ്മൾ വിന്നിങ്, ഒരു പ്രഷറും ഇല്ല, ഒന്നുമില്ല. റൈറ്റ് ഫുട്ടിൽ ഒരു അറ്റംപ്റ്റ് ചുമ്മാ ഗോൾ, ഇപ്പോൾ വല്ല റോയ് സെഡിലോട്ട് പോകാനാണെങ്കിലും നമ്മൾ കൈയടിച്ചാണ്. പക്ഷെ ആ ഒരു കാര്യം എനിക്ക് നല്ല കംപ്ലൈന്റ് ഉണ്ട് RLCയുടെ കാര്യത്തിൽ. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈനൽ ഔട്ട്പുട്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഹീസ് ദ ബെസ്റ്റ് ആ ഒരു പൊസിഷൻ. അതിന് കേപ്പബിൾ ആയ ഒരു പ്ലെയറുമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ടതേ ഉള്ളൂ നമ്മുടെ സാരിന്റെ സീസണിന്റെ ഒരു ഹൈലൈറ്റ്സ്. ബേസിക്കലി all 38 ഗെയിംസിന്റെ ഗോൾസ് പാക്കേജ്, ഗോൾസ് ആൻഡ് ബിഗ് ചാൻസ് പാക്കേജ്, ഒക്കെ ഒരു 24 മിനിറ്റ് വീഡിയോ ഇന്ന് മൊത്തം ഇരുന്ന് കണ്ടു. ആൻഡ് അതിലൊക്കെ RLC ഷൂട്ടിംഗ് ഫ്രം ഔട്ട്സൈഡ് ദ ബോക്സ്, ഹെഡർ അടിക്കുന്നുണ്ട്. ലൈക്ക് ഹി വാസ് ഏബിൾ ടു, ആ ഔട്ട്പുട്ട് ഉണ്ടായ ഒരു പ്ലെയർ ആയിരുന്നു. ആൻഡ് നൗ ഹി ജസ്റ്റ് സ്കേർഡ് ടു ടേക്ക് എ ഷോട്ട്. ഐ ഡോണ്ട് നോ വൈ. അതെ, അല്ല അത് പിന്നെ ഇഞ്ചുറി, ഇപ്പൊ പിന്നെ ഐ തിങ്ക് ഹിസ് ബോഡി ഈസ് ഓൾസോ പ്രെറ്റി സോർട്ടഡ് ഔട്ട്. ആൾക്ക് നല്ല വെയിറ്റ് ഒക്കെ നല്ലോണം കുറച്ചു. അതെ, ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഹി ക്യാൻ ഗെറ്റ് ബാക്ക് ടു ഹിസ് ബെസ്റ്റ്. പക്ഷെ എപ്പോഴും എന്തോ മിസ്സിംഗ് ഉള്ള പോലെ. ലൈക്ക് നമ്മളിപ്പോ അത് തന്നെ, ലൈക്ക് അല്ല 5 കളി നമ്മൾ തുടർച്ചയായി കളിച്ചാ അതിൽ 3 കളി നന്നായി കളിക്കും, പിന്നെ 2 കളി കളിക്കില്ല, പിന്നെ കാണില്ല, ഒരു ലൈനപ്പിൽ നിന്ന് പോകും, പിന്നെ ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും ഫോം ഉണ്ടാവില്ല. ഭയങ്കര സീനാണ്. ലൈക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പ്ലെയർ ആയി പോയല്ലോ എന്ന് ആലോചിക്കും. ലൈക്ക് ഹി കുഡ് ഹാവ് ബീൻ സംതിങ് എൽസ്. ആൻഡ് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. അതാണ് ലൈക്ക് he can still be and hopefully he should be. ഇംഗ്ലണ്ട് ഫാനല്ല ഈ പറഞ്ഞ വേൾഡ് കപ്പ് ചാൻസ് ഉണ്ടോ? ബിക്കോസ് കാൽവിൻ ഫിലിപ്സ് ഔട്ടാണ്. അപ്പോ ഒരു ഔട്ട്സൈഡ് ചാൻസ് കാണുന്നുണ്ടോ? ഔട്ട്സൈഡ് ചാൻസ് ഇല്ല ആക്ച്വലി. അല്ലെങ്കിൽ സൗത്ത് ഗേറ്റിന് കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ടല്ലോ, സോ ഹി വിൽ പ്ലേ ഓൺലി ഹിസ് ഫേവറേറ്റ്സ്. ആൻഡ് റൂബൻ ആ ഫേവറേറ്റ്സിൽ ഉണ്ടോ? ലൈക്ക് ഐ തിങ്ക് കോർണർ ഇസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ്സ്, സോ കോർണർ വിൽ ഗെറ്റ് എ ചാൻസ്. ഐ തിങ്ക് മൗണ്ട് എന്തായാലും കളിക്കും. മൗണ്ട് നന്നായി കളിക്കുന്നുണ്ട്, ഹി ഡിസേർവ്സ് ടു പ്ലേ. ആൻഡ് ഫോർഡൻ കളിക്കും. അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് ഡെഫിനറ്റ്ലി കളിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ഐ തിങ്ക് റൂബൻ ഔട്ട്സൈഡ് ചാൻസ് ലിറ്റിൽ ഹാർഡ്. വേറൊരു കാര്യമുണ്ട്, ഫുൾഹാമിന് 24ാമത്തെ വയസ്സിൽ ഫുൾഹാമിലാണ് 21 സ്റ്റാർട്ട് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ 13 സ്റ്റാർട്ട് ചെൽസിക്ക് വേണ്ടി, ഈ സീസണിൽ ഇപ്പൊ തന്നെ 7 സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ പ്രോബബ്ലി എ ഗുഡ് ബ്രേക്ക് സീസൺ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻഫാക്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു, ഇഫ് വി ഹാവ് ദിസ് ഗൈ പെർഫോമിങ് വെൽ, നമുക്ക് ആ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്നുള്ളൊരു തലവേന മാറി കിട്ടും. ഒരു പോയിന്റ് പറയാനുള്ള പറഞ്ഞാൽ, ജസ്റ്റ് ടു ആഡ് ടു ദി സ്റ്റാറ്റ്സ് which you mentioned, നമ്മുടെ RLCന്റെ ഇഞ്ചറി റെക്കോർഡ് ഓൾസോ ബീൻ വെരി ഗുഡ് സിൻസ് ഫുൾഹാം. maybe has missed like 2 to 3 games because of injury. അല്ലാണ്ട് സെലക്ഷൻ ഇഷ്യൂസ് അപ്പാർട്ട്, ബട്ട് ഇഞ്ചറി കാരണം 1 or 2 ഗെയിം I think only has lost out. So that is right. Something noteworthy. I mean his body ഒന്ന് ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ absolutely nothing else to worry about. Corner another Mason Mount, ജിത്തു. കോർണർ എന്താ മേസൺ മൗണ്ട് എന്ന് പറയാൻ ആയിട്ടില്ല, കളിച്ചു തുടങ്ങിയാലുള്ളൂ. ചെൽസിയിൽ ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ. മേസൺ മൗണ്ട് നമ്മൾ നെക്സ്റ്റ് ലാംബാർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ. അപ്പൊ അനന്തർ മേസൺ മൗണ്ട് എന്ന് പറയാനായിട്ടില്ല. അനന്തൻ പയ്യൻ പെർഫോം ചെയ്യുന്നുണ്ട്. കോർണർ ഇസ് ഗിവിംഗ് ഇറ്റ് എവറിത്തിങ്. ലൈക്ക് ഒരു ടൂക്കൽ നേരത്തെ പറഞ്ഞ പോലെ ഹി ഹാസ് ലൈക്ക് 2 lungs, കാൻഡെ പോലെ അത്ര വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. പുള്ളിയുടെ മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ അത്രയും ഒരു ലെവൽ എത്തിയെന്ന് പറയാനായിട്ടില്ല. മേ ബി ഹോപ്പ്ഫുള്ളി ഇൻ ദ ഫ്യൂച്ചർ ഹി മൈറ്റ് ഡെവലപ്പ്. ബട്ട് ദെൻ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. അത്ര ഗെയിം ടൈം കൊടുത്ത് പോളിഷ് ചെയ്തെടുക്കണം. ടോം, ഈ പറഞ്ഞ സെയിം ഇത് തന്നെ. നമ്മൾ അടുത്ത ലാംപാർഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ വെച്ചിട്ട് അടുത്ത മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്. ആൻഡ് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും 2 പ്രൊഫൈലാണ്. ഇപ്പോ രണ്ടുപേരും അഴിച്ചുവിട്ട് കഴിഞ്ഞാല് വേറെ ലെവലായിരിക്കും. പക്ഷെ ഐ തിങ്ക് കോർണർ ഇസ് എ ലിറ്റിൽ മോർ ഡൈനാമിക് ഇൻ ടേംസ് ഓഫ് റണ്ണിങ് ആൻഡ് ഡിഫെൻഡിങ്. ഇച്ചിരി കൂടി ഡീപ്പാണ് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇയാളെങ്കിലും അഴിച്ചു വിടണം. ബിക്കോസ് വി സോ ആ ഒരു ഫ്രീ റോള് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി എക്സ്പ്ലോയിറ്റ്സ് ഓൾ ദാറ്റ് സ്പേസസ് എ ലിറ്റിൽ മോർ ബെറ്റർ ദാൻ മൗണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സീസണിൽ.
ബട്ട് ലോങ് ടേം ഐ മീൻ ഇറ്റ്സ് ഇനിയും കാണാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. Absolutely. Why can't Chelsea go for a player like Maddison? I think Maddisone നമ്മൾ ബിഡ് ചെയ്യാൻ പോകണം, അത് ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ എന്തൊരു കേസ് ഇല്ലേ മാഡിസന്റെ? ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. മാഡിസന്റെ മേലൊന്നും ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് ആർസണൽ നോക്കണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സോറി ഞാൻ ഇത് പറയാൻ വിട്ടുപോയി. വി ഹാവ് വൺ ഓഫ് ആർ ചെൽസി ഫാൻസ് വർക്കിംഗ് ഇൻ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. പുള്ളിക്കാരൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം വഴി റീച്ച് ഔട്ട് ചെയ്തു. അപ്പോ അവിടെ നിന്ന് നേരിട്ടുള്ള ഇനി ഇൻഫർമേഷൻ ഗോസിപ്പുകൾ നമുക്ക് കിട്ടുകയാണ്. ആൻഡ് പുള്ളിക്കാരൻ അവിടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന്. ഓഫ്കോഴ്സ് നമുക്കും അറിയാം, പക്ഷെ എന്നാലും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങളും ഗോസിപ്പും കുറച്ചും കൂടെ ഒരു ഊർജ്ജം ഉണ്ടാവുമല്ലോ. ഈ ആമസോൺ പ്രൈമിന്റെ ഒരു റൂമർ വന്നിരുന്നില്ലേ, ലൈക് നമ്മുടെ ചെൽസിയുടെ കൂടെ ഒരു സീരീസ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. ആൻഡ് ടോഡ് ബോലി ആൻഡ് കോ ആർ വെരി ഇൻട്രസ്റ്റഡ്. കാരണം അവർക്ക് കിട്ടുന്ന ലൈക് ദേ ആർ ഓൾസോ ലുക്കിംഗ് ഫോർ സം മൈലേജ്. ലൈക് ദേ ഹവ് ജസ്റ്റ് കം ഇൻ ടു ഫുട്ബോൾ ആൻഡ് ചെൽസി ഈസ് എ ബിഗ് ക്ലബ്. അപ്പോൾ ആ ഒരു റൂമർ ഐ തിങ്ക് ഇറ്റ് കുഡ് ബി ട്രൂ, യുനോ, ആൻഡ് ഇറ്റ് കുഡ് ബി റിയലി മാസീവ് ഫോർ അസ്. നമുക്ക് ഫാൻസ് എന്ന നിലയ്ക്ക് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ബാക്ക്. ലൈക് നമ്മൾ ഓൾറെഡി ഐ ഹാവ് സീൻ ആർസണലിന്റെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലൈക് ആർട്ടിറ്റാസ് യുനോ the way he was motivating the players, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം, നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം പുള്ളിക്കാരൻ എന്തെങ്കിലും വൈബ്സ് അവിടെ നേരിട്ട് കിട്ടുന്നുള്ളത്. അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വെളിപ്പെടുത്തണ്ട കേട്ടോ, നമ്മളുടെ ആരാണിപ്പോ വെളിപ്പെടുത്തുന്നില്ല. നല്ല കൺസിസ്റ്റൻസി ഉള്ള പ്ലെയർ ആണ്. ഹൂ ഇസ് ദെയർ? മാഡിസൺ. സം റീസൺ ഓർ ദി അതർ, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും വൈ വി ആർ നോട്ട് ഗോയിങ്. മേ ബി റോങ് സ്കൗട്ടിങ്, റോങ് സെലക്ഷൻ, അങ്ങനത്തെ പല ഇഷ്യൂസ് പല സംഭവങ്ങളിലും വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ബിഫോർ വൈൻഡിങ് അപ്പ്, ഫൈനൽ എക്സ്പെക്ടേഷൻസ് ഫോർ ടുഡേസ് ഗെയിംസ്, ടോം? ബ്രെൻഫോർഡ് ഇസ് നെവർ സ്ട്രേറ്റ് ഫോർവേഡ്. പക്ഷെ നമ്മളിപ്പോൾ നല്ല ഫോമിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരും നല്ല ഫോമിലാണ്. ഐവൻ ടോണി ഈസ് ഓൺ എ വെരി ഗുഡ് ഫോം. സോ എക്സ്പെക്ടിങ് a win definitely. മറ്റേ നമ്മുടെ ട്രെവർ ചാലബോയുടെ റെക്കോർഡ് അങ്ങനെ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വെരി എന്താ പറയാ, ഒരു ഡ്രാബ് ഗെയിം 1-0, 2-1 ആ ഒരു ലെവൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വി നോട്ട് ഗോണ വിൻ ഹൈ മാർജിനിലൊന്നും ജയിക്കാൻ സാധ്യതയില്ല. ബിക്കോസ് ടയർഡാണ് എല്ലാവരും, ഒബ്വിയസ്ലി ടയർഡാണ്. ബട്ട് ഞാൻ പറഞ്ഞ എല്ലാം തെറ്റാവട്ടെ, ഒരു 4-5 ഗോൾ അടിച്ച് കൂട്ടിട്ട് അവരല്ല നമ്മള് അവരുടെ മേലില്. അപ്പോ ദാറ്റ്സ് മൈ എക്സ്പെക്ടേഷൻ. ഗിരീഷ്? ഞങ്ങള് കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് 4 ഗെയിംസ് നമ്മൾ ക്ലീൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ആം ഹോപ്പിംഗ് വി ക്യാരി ഓൺ ദാറ്റ് ഹാബിറ്റ്. നമ്മുടെ ലൈക്ക് ഇഫ് വി കീപ് എ ക്ലീൻ ഷീറ്റ് വി കാൻ ലൂസ്. സോ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. So our clean sheet maintained maybe 1 or 2 goals. Hopefully Broha scores a goal, proves that he belongs in the starting lineup. Other expectations. So I'm hoping a 2-0 victory, but a better performance compared to Aston Villa. അജിത്? ടോം പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാപ്പ് ഗെയിം ആയിരിക്കും. ആൻഡ് കോണർ ഗാലഗർ ഗോൾ എക്സ്പെക്ട് ചെയ്യുന്നു, ക്ലീൻ ഷീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ടാരൻ മിങ്സ് ഗോൾ തന്ന പോലെ ഏതെങ്കിലും ഒരു ഗോൾ തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മള് കയറ്റിയാ മതി. അതെ. ജിത്തു? ഞാൻ പറഞ്ഞ പോലെ സിൽവ ഇല്ലാത്തതുകൊണ്ട് ഒരു ക്ലീൻ ഷീറ്റ് ഓബിയസ്ലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ ഇന്ന് ഹ്യൂജ് ഗെയിം ഫോർ കൊലിബാലി. അപ്പൊ ഒരു 2-1 ആണ് എക്സ്പെക്ട് ചെയ്യണത്. ഒരു ഗോൾ എങ്ങനെയെങ്കിലും ഒരു സിൽവ ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല ക്ലീൻ ഷീറ്റിൽ. എന്നാലും കെപ്പ നല്ല ഫോമിലായതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നല്ലൊരു 2-1 വിക്ടറി ആണ് എക്സ്പെക്ട് ചെയ്യണം. നമുക്ക് മറ്റേ റൈസ് ഓഫ് ദ ബ്ലാക്ക് നൈറ്റ് എന്നൊക്കെ പറയണമല്ല, റൈസ് ഓഫ് ദ കെപ്പ. റിഡംഷൻ ഓഫ് അരിസബലാഗ. നിങ്ങൾ പക്ഷേ റിഡംഷൻ ഓഫ് അരിസബലാഗ എന്നല്ലേ, ഞാൻ റൈസ് ഓഫ് കെപ്പ എന്ന് കേട്ടിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. വേറെ അതായത് പ്രഡിക്ഷൻ ലിങ്കിനെ കുറിച്ച് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനല്ല ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മുടെ ശരത്തപ്പാപ്പയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നോക്കട്ടെ.
പ്രഡിക്ഷൻ ലിങ്ക് കുറച്ച് ക്ലോസ് ആയി പോയി എന്നൊക്കെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ ഇല്ല. എനിക്കിന്ന് പ്രീ മാച്ചിന്റെ പ്രഡിക്റ്റർ ലൈനപ്പ് വീഡിയോ പോലും ചെയ്യാൻ പറ്റില്ല. രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറി വന്ന് രാത്രി 9 മണിക്കാണ്. അപ്പോൾ എനിക്ക് അതിന്റെ പരിപാടിക്ക് സമയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും ഞാൻ അന്വേഷിക്കട്ടെ. എനിവേ ഇനി അരമണിക്കൂറിനുള്ളിൽ 25 മിനിറ്റിനുള്ളിൽ കളിയുണ്ട്. ഒരു നല്ല കളി കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഉറക്കൊഴിച്ചൊക്കെ ഇരുന്ന് കളി കാണുകയാണ്. ആദ്യ പകുതിയിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാമായിരുന്നു. എന്നിട്ട് നാളെ ബാക്കി ഹൈലൈറ്റ്സ് കണ്ട് റിവ്യൂ ചെയ്യാം. കോപ്പം ബോയ്സ് സ്കോർ ചെയ്യുമെന്ന് രാഹുൽ രാജ് പറയുന്നു. അസ്ലാം റിച്ചു ഗിരീഷ് ബ്രോയിനോട് ഹായ് പറയുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആദ്യത്തെ ടോമിന്റെ കോൺട്രാക്ട് ഡിസ്കഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കുന്നതാണ്. ടിൽ ദെൻ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ.